This is being recorded. Tajikuri free. അതാ. ഇത് ഇത് ഈ ബ്രീഫിങ്ങിനെ കുറിച്ചുള്ള കാര്യം പറയാൻ പറ്റും. ഇപ്പൊ ചോദിക്കാൻ പറ്റില്ലേ നമുക്ക്? ആ അത് ഇയാളാണ്. ആണോ? അത് ശരി. വേറെ പണിയൊന്നുമില്ലെന്നോ ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ സ്ഥലമുണ്ടല്ലോ. ഇവിടെ അങ്ങോട്ട് ഇവിടെ ഹലോ ഹലോ ഇതിന്റെ റെക്കോർഡൊക്കെ ഇവിടെ ഇപ്പൊ ചാറ്റ് ചെയ്തേ. ഷാജിക്കുരി ഇയാളാണ് ആള്. ഷാജിക്കുരി ഹലോ, വെൽക്കം ഓൾ ഓഫ് യു. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഓക്കെ ഓക്കെ. 8:30 എന്ന് പറഞ്ഞ 8:30ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ സന്തോഷമുണ്ട്. എല്ലാവരും ഞാൻ വെൽക്കം ചെയ്യാണ്. ആദ്യം എനിക്ക് നിങ്ങളെ ആദ്യമായിട്ട് എന്നെ കാണുന്ന വ്യക്തികളൊന്ന് പരിചയപ്പെടുത്തിയാൽ നന്നായിരുന്നു. അൺമ്യൂട്ട് ചെയ്തോളൂ. മിസ്റ്റർ കലീൽ ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ്, എന്ത് ചെയ്യുന്നു? കേക്കാവോ? കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ. ഞാൻ പറയണോ? ഹലോ, കേക്കാവോ? കേൾക്കുന്നുണ്ട്. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ്. ആലപ്പുഴ. ഓക്കെ. നമ്മൾ നേരിട്ട് സംസാരിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട്. എന്ത് ചെയ്യുന്നു? ഞാൻ റിട്ടയർ ചെയ്യാണ്. ഞാൻ ബാങ്കിലായിരുന്നു. റിട്ടയർ ഓഫീസറാണ്. വെരി ഗുഡ്. വെൽക്കം സാർ. അടുത്ത അഷ്റഫ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് സംസാരിക്കാവോ? ക്ലിയർ ആവുന്നില്ല. നെറ്റിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഒരു നിമിഷം. ക്ലിയർ ആവുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ട്. കോഴിക്കോട് കല്ലായ. ഓക്കെ, നമ്മള് സംസാരിച്ചല്ലോ നേരിട്ടല്ലേ? ഇല്ല, സംസാരിച്ചില്ല. ഞാൻ ഫേസ്ബുക്ക് വഴി ലിങ്കിൽ കയറിയതാ. അല്ല, അപ്പൊ ഞാൻ ലിങ്ക് അയച്ചു തരണമെങ്കിൽ നമ്മൾ നേരിട്ട് സംസാരിച്ചിട്ടുണ്ടാവണം. ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. എനിവേ, കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. ഡിസ്റ്റർബൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടി മ്യൂട്ട് ചെയ്തോളൂ. മറ്റുള്ളവര് പരിചയമുള്ളവരാണ്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ചാലക്കുടിയിലാണ് എന്റെ വീട്. പേര് ഷാജി കുര്യൻ. മിസ്റ്റർ അഷ്റഫ് ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. അവിടെ ഒരു ഫോണിന്റെ ഓക്കെ, മ്യൂട്ടായി. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? സലീം ഭായി, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? കൈ ഒന്ന് കാണിച്ചേ. യെസ്, വെരി ഗുഡ്. ഓക്കെ. ആരും ഇടയ്ക്ക് അൺമ്യൂട്ട് ചെയ്യണ്ട. അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിസ്റ്റർബൻസ് വരും. എനിവേ, എന്നെ കോണ്ടാക്ട് ചെയ്ത് കുറെ ആൾക്കാരെ ഞാൻ വിളിച്ചിട്ടുണ്ട്. എല്ലാവർക്കും പല പ്രശ്നങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ പഠിക്കണം എന്ന് തീരുമാനിച്ച്, കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് തീരുമാനിച്ച നിങ്ങൾ രണ്ടുപേരെയും ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. ഏതൊരു പ്രായത്തിലും കാര്യങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. സോ റിയലി ഐ കൺഗ്രാജുലേറ്റ് യു. അറ്റ് ദ സെയിം ടൈം ഞാൻ നിങ്ങൾക്ക് അതിനുള്ള നന്ദിയും പറയുകയാണ് ഈ വെബിനാറിലേക്ക് വന്നതിന് ശേഷം. ഞാൻ ബ്രീഫായിട്ട് പരിചയപ്പെട്ടത്. എൻ്റെ പേര് ഷാജി കുര്യൻ. ചാലക്കുടിയിലാണ് വീട്. ഞാനൊരു റിട്ടയറിയാണ്. ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. റിട്ടയർ ചെയ്തിട്ട് വർഷങ്ങളായി. 10-40 വർഷം മുമ്പ് റിട്ടയർ ചെയ്ത വ്യക്തിയാണ് ഞാൻ. എനിക്കൊരു 66 വയസ്സ് പ്രായമുണ്ട്. വൈഫും 3 കുട്ടികളാണ്. കുട്ടികളൊക്കെ ജോലിയായ. എനിക്ക് 66 വയസ്സുണ്ട്. ഓക്കെ, ഇതാണ് എൻ്റെ ബ്രീഫായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ ബ്രീഫായിട്ട് പറയുന്നുണ്ടായിരുന്നു.
ആദ്യമേ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇരിക്കുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ചെയറിലിരിക്കുക. കഴിവതും നിങ്ങൾ ഒരു ഡൈനിങ് ടേബിളിന്റെ ചെയറിലിരിക്കുക. ഡൈനിങ് ടേബിളിൽ ഈ മൊബൈൽ ഫോൺ ഫിക്സ് ചെയ്യുക. കാരണം നിങ്ങളെ ചെറുതായിട്ടുള്ള ഒരു ബ്രീഫായിട്ടുള്ള എക്സർസൈസ് പ്രോഗ്രാം ചെയ്ത് പഠിപ്പിക്കുന്നുണ്ടാവും. അപ്പൊ അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കൈ രണ്ടും ഫ്രീ ആയിരിക്കണം. നിങ്ങളുടെ ഫേസ് കാണത്തക്ക രീതിയിൽ ഒന്നിരുന്നാൽ നന്നായിരിക്കും. സോഫയിൽ ഇരിക്കരുത്, അതാണ് ഉദ്ദേശിച്ചത്. സോഫയിൽ ഇരുന്ന് വളരെ സ്പോഞ്ച് ആയിട്ടുള്ള കുഷ്യനായിട്ടുള്ള ഇതിലിരിക്കാതെ രണ്ട് കൈയും ഫ്രീ ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് മാത്രം മതി. ഓക്കെ, 1 മിനിറ്റ്. ഓക്കെ, അപ്പൊ ഇതൊരു കമ്മ്യൂണിറ്റിയാണ്. സോഷ്യോപ്രീനിയർ, സോഷ്യലി ആളുകളെ ഒരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വളർത്തുക. ഓണ്ടർപ്രണർഷിപ്പ് എന്ന ആൾക്കാർ കേൾക്കുമ്പോൾ സാധാരണ വിചാരിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ. ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന അത് മാത്രമല്ല. ഒരു പേഴ്സണലി ഡെവലപ്പ് ചെയ്ത് നല്ല രീതിയിലേക്ക് വളരുന്നതിനാണ് ഓണ്ടർപ്രണർഷിപ്പ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു കമ്മ്യൂണിറ്റിയാണ്. ഹെൽത്തും വെൽനസ്സും പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ. അത് ഞാൻ വിളിച്ചപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇതെന്താണെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഇന്ന് ഞാൻ ഗോ ത്രൂ ചെയ്യുന്നത് ബ്രീത്തിങ്ങിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഹെൽത്ത് ആൻഡ് വെൽനസ്, ആരോഗ്യവും സൗഖ്യവും പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പൊ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആരോഗ്യമുള്ള ശരീരവും ശാന്തമായ മനസ്സും ഉണ്ടാകുമ്പോഴാണ് ഒരാളുടെ മൂല്യം വർദ്ധിക്കുന്നത്. യഥാർത്ഥ വാല്യൂ എന്ന് പറയുന്നത്, ആ മൂല്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു വ്യക്തിയുടെ മൂല്യം എന്ന് പറയുന്നത് അതാണ്. സാധാരണ നമ്മളുടെ മൂല്യം കണക്കാക്കുന്നത് നമ്മളുടെ സമ്പത്തിലാണ്. ആ സമ്പത്തല്ല, നമ്മളുടെ മൂല്യം എന്ന് പറയുന്നത് നമ്മളുടെ ആരോഗ്യവും മനസ്സമാധാനവും. അതായത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന അവസ്ഥയാണ് ഒരാളുടെ മൂല്യം എന്ന് പറയുന്നത് യഥാർത്ഥം. പക്ഷെ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന മൂല്യം എന്താണ്? നമ്മൾക്കുള്ള സമ്പത്ത്, നമുക്ക് എന്തൊക്കെ ഉണ്ടെന്നുള്ള അതാണ് നമ്മൾ കാൽക്കുലേറ്റ്. അപ്പൊ യഥാർത്ഥത്തിലുള്ള നിങ്ങളുടെ മൂല്യം നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ മനസമാധാനവുമാണ് ഇത് ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ശാന്തമായി ഇരുന്ന് ഇത് ശ്രദ്ധിക്കുക. അപ്പൊ ഇത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറയാം. ഞങ്ങളുടെ മൂല്യം, ഞങ്ങൾ എന്തിനെ ബേസ് ചെയ്താണ് ഈ കമ്മ്യൂണിറ്റി പ്രവർത്തിക്കുന്നത് എന്ന് ആദ്യം നിങ്ങളുമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം ഫ്രീഡം. എന്താണ് ഫ്രീഡം? നമ്മൾ ഓഗസ്റ്റിൽ കിട്ടിയ ഫ്രീഡം അല്ല ഇവിടെ. ഒരു മനുഷ്യനുള്ള ഫ്രീഡം, സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനുള്ള ഫ്രീഡം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഫ്രീഡം എന്ന് പറയുന്നത്. ദെൻ അടുത്തതെന്ന് പറയുന്നത് കുടുംബമാണ്. ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യവും പിന്നെ ആ വ്യക്തി ജീവിക്കുന്നത് ഒരു കുടുംബത്തിനും വേണ്ടിയാണ്. അപ്പൊ കുടുംബം എന്നുള്ള ഒരു മൂല്യം അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവിടെ ഈ പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ സോഷ്യോപ്രീനിയർ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷയുള്ള ജീവിതം. നമുക്കൊരു പ്രത്യാശയുള്ള ജീവിതം ആളുകളിലേക്ക് എത്തിക്കുക. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രത്യാശ നഷ്ടപ്പെട്ടു. എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേനും അവരുടെ ആ ഹോപ്പ് ഇല്ലാത്തൊരു ലൈഫ്. ഇപ്പൊ ചെറുപ്പക്കാരെ, പിള്ളേരെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രത്യാശ നഷ്ടപ്പെടുന്ന ആ പ്രതീക്ഷയില്ല. അപ്പൊ ഭാവി എന്താകുമെന്നുള്ള ഒരു ഭയമാണ് ചെറുപ്പക്കാരെ ഇത് ചെയ്യുന്നെങ്കിൽ, പ്രായമായവരെ സംബന്ധിച്ചും ഈ സെയിം പ്രശ്നം ഉണ്ട്. ഈ ഭാവിയിൽ എന്താകും? ചില ആളുകൾക്ക് റിട്ടയർ ആയ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ചിലരെ സംബന്ധിച്ച് ഈ പറയുന്ന ഇതൊന്നും ഇല്ലാത്ത അവസ്ഥ, അവരെ സംബന്ധിച്ച് ഒരു പെൻഷൻ ഇല്ലാത്ത പല ആൾക്കാരുമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യാശ നഷ്ടപ്പെട്ട പിന്നെ റിവാർഡ്സ്. അപ്പൊ നമ്മൾ ഇതെല്ലാം ബിൽഡ് ചെയ്തുകൊണ്ടുവന്നാൽ നമുക്കൊരു റിവാർഡ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ 4 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് സോഷ്യോപ്രീനിയർ എന്ന ഈ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഫ്രീഡം, ഫാമിലി, ഹോപ്പ് ആൻഡ് റിവാർഡ്സ്. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണെന്ന് നമ്മൾ ജീവിതത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ടാവും. ഇതാണ് ഞങ്ങളുടെ മൂല്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ മൂല്യം ഉള്ള ആളുകളായിരിക്കണം ഇവിടെ ഇരിക്കണമെന്ന് ഞങ്ങൾക്ക് വളരെ ആഗ്രഹമുണ്ട്. അത് ബേസ് ചെയ്തിട്ടാണ് എല്ലാ കാര്യം പോവുക എന്നുള്ളതാണ്. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം പെർഫെക്റ്റ് ഡീപ്പ് ആൻഡ് പർപ്പസ്ഫുൾ ബ്രീത്തിങ്. എന്താണ് പെർഫെക്റ്റ് ആൻഡ് പർപ്പസ്ഫുൾ ബ്രീത്തിങ്? എന്തിനു ബ്രീത്തിങ്? നമ്മൾ ബ്രീത്ത് ചെയ്യുന്നുള്ളൂ. അപ്പൊ ആൾക്കാർ വിചാരിക്കും എന്താണ് പർപ്പസ്? അറിഞ്ഞുകൊണ്ട് ആഴത്തിൽ നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ബ്രീത്തിങ്ങിനാണ് പെർഫെക്റ്റ് ആൻഡ് ഡീപ്പ് പർപ്പസ്ഫുൾ ആയിട്ടുള്ള ബ്രീത്തിങ് എന്ന് പറയുന്നത്. അത് എന്തിന് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. കാരണം ഓട്ടോമാറ്റിക്കലി നടക്കുന്ന ഒരു കാര്യമാണ് ബ്രീത്തിങ്. അപ്പൊ ബ്രീത്തിങ്ങിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഫ്രീ ആണ്, ഓക്സിജൻ ഫ്രീ ആണ്, നമ്മുടെ ശരീരം ഓട്ടോമാറ്റിക്കലി ബ്രീത്ത് ചെയ്യുന്നു. അതുകൊണ്ട് അത് ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അപ്പൊ നമ്മൾ അറിഞ്ഞുകൊണ്ട് ആഴത്തിൽ നമ്മൾ
ബ്രീത്ത് ചെയ്യാൻ പഠിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിന്റെ ആവശ്യം എന്താണ്? പണ്ട് നമ്മൾ ശാരീരികമായിട്ട് ഫിസിക്കലി നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിരുന്നു, പറമ്പിൽ പണിയെടുത്തിരുന്നു, ജോലിക്കോ അല്ലെങ്കിൽ സ്കൂളിലോ നടന്നു പോയിരുന്നു. ഇപ്പൊ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇപ്പൊ വാഹനത്തിലായി സഞ്ചാരം, ജോലി ചെയ്യുന്നത് ഏതെങ്കിലും കസേരയിൽ ഇരുന്നുകൊണ്ടായി. അപ്പൊ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി കുറഞ്ഞത് കൊണ്ട് നമ്മുടെ ശരീരം ഓട്ടോമാറ്റിക്കലി ബ്രീത്ത് ചെയ്യുന്ന സംവിധാനം, ആ ഡീപ്പായിട്ടുള്ള ബ്രീത്തിങ് നിന്നുപോയി. പക്ഷെ ബ്രീത്ത് ചെയ്ത് നമ്മുടെ ശരീരത്തിന് ശരിയായി ഓക്സിജൻ കൊടുക്കണമെന്നുള്ള ശാസ്ത്രം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്റെ കടമ എന്ന് പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഡീപ്പ് ആൻഡ് പർപ്പസ്ഫുൾ അറിഞ്ഞുകൊണ്ട് ബ്രീത്ത് ചെയ്യേണ്ട അത്യാവശ്യമാണ് ഈ കാലഘട്ടത്തിൽ. പല പ്രശ്നങ്ങളുടെയും കാരണം നമ്മുടെ ശരീരത്തിന് ശരിയായി ഓക്സിജൻ ലഭിക്കാത്തത് കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോ ശരിയായി നമ്മൾ അറിഞ്ഞുകൊണ്ട് ബ്രീത്ത് ചെയ്യുക, അതാണ് ഒന്നാമത്തെ സീക്രട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സീക്രട്ട് 2 എന്ന് പറയുന്ന ഐഡന്റിഫൈ ഷാലോ ബ്രീത്തിങ്. നിങ്ങൾ തെറ്റായ രീതിയിലാണോ ബ്രീത്ത് ചെയ്യുന്നതെന്ന് ആദ്യമേ കണ്ടെത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഇത്. ആൾക്കാർ ഇപ്പൊ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ അതിശയിക്കുന്നത്, ഞാൻ തെറ്റായി എങ്ങനെ ബ്രീത്ത് ചെയ്യുന്നത്, ശരിയായിട്ടല്ലേ ബ്രീത്ത് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്നത്. നമുക്കത് കണ്ടുപിടിക്കാം. അതാണ് സെക്കൻഡ് സീക്രട്ട് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് ബെനിഫിറ്റ് ഓഫ് പെർഫെക്റ്റ് ബ്രീത്തിങ്. ശരിയായി ബ്രീത്ത് ചെയ്യുന്നതുകൊണ്ടുള്ള നിങ്ങളുടെ ബെനിഫിറ്റ് എന്തൊക്കെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോ ഇതൊക്കെയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ 3 സീക്രട്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും, അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും. ഇനി നിങ്ങളുടെ ഈ മീറ്റിംഗിൽ ഫുൾ ആയിട്ട് ഇരിക്കുന്നവർക്ക് ലാസ്റ്റ് വരെ ഇരിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ചില ആളുകളുണ്ട് ഇത് എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി വരുന്ന ആൾക്കാർ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എക്സിറ്റ് ആവും. കാരണം അവസാനം വരെ ഇരിക്കുന്നവർക്ക് ഫ്രീഡം, ഹോപ്പ് ആൻഡ് റിവാർഡ്സ് ആൻഡ് ഫാമിലി ലൈഫിനെ കുറിച്ച് ഒരു ചെറിയൊരു 3-4 പേജിലുള്ള ഒരു സോഫ്റ്റ് കോപ്പി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. ഇനി ഇൻഡസ്ട്രി പ്രൂഫ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ലോകത്തിൽ ഓരോ പ്രശ്നങ്ങൾക്കും വരുമ്പോഴാണ് ഓരോ ബിസിനസ് വളരുന്നത്, അല്ലെ? ആളുകൾക്ക് പ്രശ്നം വരുമ്പോഴാണ് ഓരോ ഇൻഡസ്ട്രി. ഇനി ഈ കാലഘട്ടത്തിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ തടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സമ്പന്നതയുടെ ലക്ഷണമായിരുന്നു. ഈ കാലഘട്ടത്തിൽ മെലിഞ്ഞിരിക്കുന്നതാണ് സമ്പന്നതയുടെ ലക്ഷണം. അതുകൊണ്ടാണ് എല്ലാ ചെറിയ വില്ലേജിൽ വരെ ജിമ്മുകളൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളത് ആളുകളുടെ ഒരു ആവശ്യമായി മാറി. കാരണം ചെറുപ്പം മുതലേ ആളുകൾക്ക് പല അസുഖങ്ങൾ വരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകമെമ്പാടും ഈ ബ്രീത്തിങ്ങിനെ കുറിച്ച് ആളുകൾ മനസ്സിലാക്കുകയും ഇതുവഴി പലതരത്തിലുള്ള ആളുകൾ ഇത് പ്രാക്ടീസ് ചെയ്യാനും തുടങ്ങി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഹെൽത്ത് ആൻഡ് വെൽനസ് ആണ് ഇനി വരുന്ന വലിയ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശ്നമാണ്. അപ്പൊ എന്തുകൊണ്ട് ഇത് വളർന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആളുകൾക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ നമ്മൾ സാധാരണ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ഹോസ്പിറ്റലുകളെ ആയിരുന്നു. ആ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ നമ്മളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. ആരോഗ്യം ലഭിക്കാനാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടേ ഇരുന്ന നമ്മളുടെ ചിന്താഗതി നമ്മൾ മാറി. കാരണം അസുഖം വരുമ്പോ ചെല്ലുന്ന നമ്മുടെ അസുഖം മാനേജ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഈ പറയുന്ന ഹോസ്പിറ്റൽസും ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസും. അതിൽ നിന്ന് ആളുകൾ വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അവിടെയാണ് ആരോഗ്യം ഉള്ളപ്പോൾ തന്നെ അത് സംരക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് വരിക എന്നും അതനുസരിച്ചുള്ള കാര്യങ്ങൾ ലോകമെമ്പാടും വളരുകയും ചെയ്തു. എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ശ്വസന വ്യായാമങ്ങൾ ചെയ്യുന്നതിലൂടെ മാനസിക സമ്മർദ്ദം, അത് ടെൻഷൻ കുറയ്ക്കാൻ സാധിക്കുന്നു, മനസ്സിന് ഉന്മേഷം നൽകാനും സാധിക്കുമെന്നും ഒട്ടനവധി ശാസ്ത്രീയ പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിട്ടയായ ശ്വസനത്തിൽ സ്ട്രക്ചേർഡ് ബ്രീത്തിങ്, മികച്ച ഉറക്കവും വൈകാരികമായ നിയന്ത്രണവും എമോഷണൽ ബാലൻസ്, സന്തോഷം ലഭിക്കുമെന്ന ഗവേഷണങ്ങൾ ഉറപ്പാക്കുന്നു. ഇവിടെ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. എന്താണ് വൈ, എന്തുകൊണ്ട്, എന്താണ്, എങ്ങനെ എന്നായിരിക്കും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇനി ഞാൻ ഇത്രയൊക്കെ പറഞ്ഞ ഇത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇനി ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു സീരിയസ് ആയിട്ടുള്ള സെഷനാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു ബോട്ടിൽ വെള്ളം കയ്യിലെടുക്കുന്നത് നല്ലതായിരിക്കും. ഒരു പേനയും ഒരു പാഡും ഇപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്യാം. അതെടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യുക. നോട്ട് ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഇത് നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും കേൾക്കാം കേട്ടോ. എല്ലാവരും വീട്ടിൽ മറ്റുള്ള അംഗങ്ങൾ ഉണ്ടെങ്കിൽ ആ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് അവർക്കും വേണമെങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് അവർക്കും ഇരുന്ന് വേറെ ഫോണിൽ കാണാം, അല്ലെങ്കിൽ ഇതിലും വേണമെങ്കിൽ കാണാം. നിങ്ങൾക്ക് അവർക്ക് കേൾക്കാവുന്ന ഇതിലാണെങ്കിൽ അടുത്തിരുന്നും കേൾക്കാം. എല്ലാവരും കേട്ടോളൂ. ഇതൊരു ഫാമിലി ആണ്. ഞാൻ പറഞ്ഞു ഫ്രീഡം, ഫാമിലി, ഹോപ്പ് ആൻഡ് റിവാർഡ്. ഫാമിലിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്.
ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഖലീൽ സാർ ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. മൈക്ക് ഓൺ ആയി, ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, ഡിസ്റ്റർബൻസ് ഇല്ലാതിരിക്കണം. ലാസ്റ്റ് സംശയം ചോദിക്കാൻ നേരത്ത് നമ്മൾക്ക് എന്തെങ്കിലും തടസ്സമല്ലോ, എന്റെ സൗണ്ട് ബ്രേക്ക് ആവോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുന്നത് വൈ വാട്ട് ആൻഡ് ഹൗ. എന്താണ് വൈ വാട്ട്? ഇത് എന്റെ ഈ കേസിൽ മാത്രമല്ല, ഒരു ജീവിതത്തിൽ നമ്മൾ എപ്പോഴും നോക്കേണ്ട കാര്യമാണ്. ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ മുമ്പ് എന്തിന് എന്ന് ചിന്തിക്കുക. അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം, എന്തിന്. ഇപ്പൊ നിങ്ങൾ ഇവിടെ കയറി ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്തിന് എന്ന് നിങ്ങൾ ചിന്തിക്കണം. ആരെങ്കിലും ഒക്കെ പറയുന്ന കേട്ട് അതേ വഴിക്ക് പോകാതെ നമ്മളെ സ്വയം ചിന്തിക്കുന്ന, ലോജിക്കലി ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാമാണ് ഈ സോഷ്യോപ്രീനിയർ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഈ ബ്രീത്തിങ്ങിന്റെ സെഷൻ എടുക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്ന ഇതാണ്: എന്തുകൊണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കണം. അത് എന്താണെന്നുള്ളത്, എങ്ങനെ എന്നുള്ളത് അത് ഓട്ടോമാറ്റിക്കലി വന്നുകൊള്ളും, പ്രകൃതി നമ്മളിലേക്ക് എത്തിക്കും എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നി നിങ്ങൾ വിചാരിച്ചത് കൊണ്ടാണ് ഇന്ന് ഞങ്ങളുടെ മുമ്പിലേക്ക് ഒത്തിരി ആൾക്കാർ, ഞാൻ പറഞ്ഞില്ല, ഒത്തിരി പേര് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവും. വളരെയധികം ആ പ്രശ്നങ്ങളൊക്കെ ഞാൻ നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും. എന്നാലും അവർ ഈ ഒരു 8:30, ചില ആളുകൾക്ക് പെരുന്നാള്, ചില ആളുകൾക്ക് ഓരോരോ പ്രശ്നങ്ങൾ. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ആവശ്യമാണ് എന്ന് തോന്നുവാണെങ്കിൽ കറക്റ്റായിട്ട് വരിക എന്ന് പറഞ്ഞു. അതാണ് ഞാൻ ഇത്രയും എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ആളുകൾക്ക് പഠിക്കാൻ തയ്യാറായി നിങ്ങൾ തന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കാം. സോ നമുക്ക് യഥാർത്ഥ കാര്യങ്ങളിലേക്ക് നമ്മൾക്ക് കടക്കാം. ഇതിനകത്തുള്ള ഏറ്റവും ആദ്യത്തെ ഇതെന്ന് പറയുന്നത് ബ്രീത്തിങ്. എന്തിനെ ബ്രീത്തിങ് എന്ന് ആദ്യമേ മനസ്സിലാക്കണം. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ മനസ്സിലാക്കിയിരിക്കുന്നു ഭക്ഷണത്തിൽ ഇമ്പോർട്ടൻറ്റ്. ഭക്ഷണമില്ലാതെ നിങ്ങൾക്ക് ആഴ്ചകൾ ജീവിക്കാൻ സാധിക്കും, അല്ലേ? നമ്മളൊന്ന് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. വെള്ളമില്ലാതെ ദിവസങ്ങളോളം ജീവിക്കാൻ സാധിക്കും. പക്ഷെ പ്രാണവായുവില്ലാതെ എത്ര മിനിറ്റ് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടത്. അതൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി പ്രാണവായുവിന്റെ ഇമ്പോർട്ടൻസും പ്രാണവായു ശരീരത്തിലേക്ക് എടുക്കേണ്ട ആ ബ്രീത്തിങ് ടെക്നിക്ക് മനസ്സിലാക്കേണ്ടത് ആവശ്യം നിങ്ങൾക്ക് മനസ്സിലാകാൻ. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ട് എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്നാണ് വൈ. ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. ശരീരവും മനസ്സും ആത്മാവും. ശരീരം നമ്മൾക്ക് കാണാൻ സാധിക്കും. നമ്മളൊരു മിററിന്റെ മുമ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ശരീരം കാണാം. പക്ഷെ മനസ്സും ആത്മാവും കണ്ടവർ എത്ര പേരുണ്ട്? നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷെ ഇതുണ്ടെന്ന് നമുക്കെല്ലാം അറിയാം. അതുമായിട്ടുള്ള ഒരു കണക്ഷനാണ് നമ്മുടെ ലൈഫിന്റെ സക്സസ് എന്ന് പറയുന്നത്. മനസ്സമാധാനത്തോടെ ജീവിക്കാൻ അടിസ്ഥാനപരമായിട്ട് ഫാമിലിയിൽ മനസ്സമാധാനവും സന്തോഷവും സമാധാനം ഉണ്ടെങ്കിൽ, അപ്പൊ നമ്മുടെ മനസ്സും ആത്മാവും ഒക്കെ ഉള്ള ആ കണക്ഷൻ നല്ല രീതിയിലാകുമ്പോഴാണ് നമ്മൾക്ക് ആ സന്തോഷവും സമാധാനം. നിങ്ങളിൽ ഒരാൾക്ക് മനസ്സമാധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകും എന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇത് തമ്മിലുള്ള ഒരു കണക്ഷൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഭക്ഷണമില്ലാതെ ആഴ്ചകളോളം ജീവിക്കാൻ സാധിക്കും നമുക്ക്. വെള്ളമില്ലാതെ ദിവസങ്ങളോളം ജീവിക്കാം. അതേസമയം പ്രാണവായു ഇല്ലാതെ എത്ര നിമിഷം ജീവിക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിന് കാരണം ഞാൻ പറഞ്ഞു, നമ്മൾ ഓട്ടോമാറ്റിക്കാണ് ബ്രീത്ത് ചെയ്യുന്നത്. ആ ബ്രീത്ത് ചെയ്യുന്നത് ഈ പ്രാണവായു ഈ പ്രകൃതി ഇപ്പോഴും നമ്മൾക്ക് ഫ്രീ ആയിട്ടാണ് തന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഫ്രീ ആണ്. ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒന്നിനെ നമ്മൾ വില വയ്ക്കാറില്ല. നിങ്ങൾക്കുള്ള ഓരോ കാര്യങ്ങളും ഒന്ന് എടുത്താൽ, നിങ്ങളുടെ അസറ്റ്സ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഓരോന്നോരോന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഏറ്റവും മൂല്യമുള്ളത് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ശരീരം, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പേരൻസ്, നിങ്ങളുടെ മക്കള്, അങ്ങനെ ഓരോന്നോരോന്നൊന്ന് ലിസ്റ്റ് എഴുതി നോക്കുക. നമ്മൾ സർപ്രൈസ്ഡ് ആവും. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ വില വയ്ക്കില്ല. അതേസമയം ഭക്ഷണം കഴിക്കുന്ന ഈ ആഴ്ചകളോളം നമുക്ക് ഭക്ഷണം കഴിക്കാതെ ജീവിക്കാം. പക്ഷെ നമ്മൾ എത്രമാത്രം സൂക്ഷ്മമായിട്ടാണ് നമ്മൾ പണിയെടുത്ത് പൈസ സമ്പാദിച്ച് നല്ല സൂപ്പർ മാർക്കറ്റിൽ പോയി നല്ലത് തെരഞ്ഞെടുത്ത് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കുന്നു. ശരിയല്ല ഞാൻ പറഞ്ഞത്? അതുപോലെ വെള്ളത്തിന്റെ കാര്യം എടുത്താണ്. ഇപ്പൊ വെള്ളം അത്യാവശ്യം ഫ്രീ ആണ്, കാശ് കൊടുത്താണ് പലരും വാങ്ങിക്കുന്നതെങ്കിലും അത് നമ്മൾ ഫിൽട്ടർ ചെയ്തൊക്കെ ഉപയോഗിക്കും. പക്ഷെ നമ്മൾ ഏറ്റവും അത്യാവശ്യമുള്ള ഈ ഓക്സിജൻ അല്ലെങ്കിൽ പ്രാണവായു നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കും?
വിദ്യാഭ്യാസം ഉള്ളവരുടെ കാര്യം കൂടിയാണ് ഞാൻ പറയുന്നത്. ആരും അതിനെക്കുറിച്ച് ചിന്തിക്കാത്തതിന്റെ കാരണം കൂടിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇനി അടിസ്ഥാനപരമായിട്ട് നമ്മളൊരു സക്സസ് അല്ലെങ്കിൽ ജീവിത വിജയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള 5 കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും ആദ്യം, ഇതൊരു ബ്രീത്തിങ്ങിന് മാത്രമുള്ള സെഷൻ അല്ല, ജീവിതം മെച്ചപ്പെടുത്താനും ഒരു ലൈഫ് സക്സസ് ആവാനുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളെ ബോഡി അന്നമയ. സംസ്കൃതി പറഞ്ഞാൽ നമ്മൾ അന്നം കഴിച്ച് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ശരീരത്തെയാണ് നമ്മൾ ആദ്യമേ മനസ്സിലാക്കുന്നത്. എത്ര പേര് ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്? ഒരു ബയോളജി പഠിപ്പിക്കുന്ന ടീച്ചറോ ഇല്ലോ ആയിരിക്കും അതിനെക്കുറിച്ച് പഠിപ്പിക്കുക. നമ്മൾ 10th സ്റ്റാൻഡേർഡ് വരെയുള്ള ഏതെങ്കിലും ക്ലാസ്സിലൊക്കെ ബയോളജിയിൽ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ എത്ര പേര് അതിനെക്കുറിച്ച് ശരിക്കും ഗഹനമായിട്ട് മനസ്സിലാക്കി നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്ന എത്ര പേരുണ്ട്? എന്തെങ്കിലും അസുഖം വരുമ്പോൾ ഡോക്ടർമാര് ഇന്ന അവയവത്തിന് പ്രശ്നമാണെന്ന് പറയുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക തന്നെ ചെയ്യുന്നത്. അല്ലെങ്കിൽ എല്ലാം ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ നമ്മുടെ ശരീരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ട നമ്മൾ ഇത്ര ഏറ്റവും നന്ദിയുള്ളവരായിരിക്കേണ്ട. കാരണം നമുക്ക് പ്രകൃതി ഇത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ശരീരം തന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ശരീരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തെ കുറിച്ചാണ്. അടുത്തത് എനർജി. എനർജി എന്ന് പ്രാണമയ, പ്രാണനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഒരു കണക്ഷൻ നോക്കുക. നമ്മുടെ ശരീരം എപ്പോഴൊക്കെ ബ്രീത്ത് ചെയ്യുന്നു അപ്പോഴാണ് നമ്മളെ പേര് വിളിക്കുന്നത്. നമ്മളെങ്ങനെ നോക്കുക, നമ്മുടെ മൂക്കിന്റെ മുമ്പിൽ വിരൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രീത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, അല്ലെങ്കിൽ എന്നെ ഷാജി എന്ന ആൾക്കാർ അഡ്രസ് ചെയ്യുന്നത് ബ്രീത്ത് ചെയ്യുന്നിടത്തോളം കാലാണ്. അതേസമയം എന്ന് ബ്രീത്തിങ് നിൽക്കുന്നോ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ബോഡി. ഒരു ബോഡി എന്നാണ് വിളിക്കുന്നത്, അല്ലേ? നമ്മുടെ സമൂഹത്തിൽ അത് അങ്ങനെയാണ്. കാരണം ആ പ്രാണനാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ എന്ന് പറയുന്നത്. പക്ഷെ ഈ പ്രാണൻ എന്ന് പറയുന്ന ഈ ബ്രീത്തിങ്, ഈ പ്രാണവായുവിനെ കുറിച്ച് എത്ര ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അടുത്തത് എന്ന് പറയുന്നത് മൈൻഡാണ്, മനോമയ എന്ന് പറയും. നമ്മുടെ മനസ്സ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. നമ്മളുടെ കൺട്രോളിലല്ല നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? സോഷ്യൽ മീഡിയ ആണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. മറ്റുള്ളവരാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ ഓരോന്നും ന്യൂസ് പേപ്പർ, സോഷ്യൽ മീഡിയ, TV ചാനൽ, ഇതൊക്കെയാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. വെറുതെ ഇട്ട് കഴിഞ്ഞാൽ കള വളരും. നമ്മുടെ ഭൂമി അല്ലെങ്കിൽ പാടം വെറുതെ ഇട്ട് കഴിഞ്ഞാൽ കള വളരും എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ നമ്മുടെ ഈ മനസ്സിനെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ അവിടെയും കളകൾ വരും. അതാണ് ഇപ്പൊ ഈ കാലഘട്ടത്തിലെ ആളുകളുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. നമ്മളുടെ കൺട്രോളിൽ നമ്മുടെ മനസ്സെത്തിക്കുക. അപ്പൊ ആ മനോമയയും മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ ഇന്റലക്ട് എന്നാണ്. ഇന്റലക്ട് എന്താണ്? വിജ്ഞാനമയ. വിജ്ഞാനം എന്താണ്? ആളുകൾ എല്ലാവരും വിജ്ഞാനം എന്ന് പറയുന്നത് നന്നായിട്ട് പഠിച്ച് നല്ല വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ നല്ല ജോലി ലഭിക്കും, നല്ല പൊസിഷനിൽ എത്താൻ സാധിക്കും. അപ്പൊ ആളുകളുടെ ധാരണ നല്ല പൊസിഷനിൽ ഇരിക്കുന്നവരൊക്കെയാണ് വിജ്ഞാനികൾ എന്ന്. ശരിയാണ്. നിങ്ങൾ നോക്കുക, നന്നായി പഠിച്ചാൽ മാത്രമേ IAS ലഭിക്കുകയുള്ളൂ, IPS ലഭിക്കുകയുള്ളൂ, ഒരു ഡോക്ടർ ആവാൻ സാധിക്കുകയുള്ളൂ, ഒരു എഞ്ചിനീയർ ആവാൻ സാധിക്കുള്ളൂ, അഡ്വക്കേറ്റ്, അങ്ങനെയുള്ള വലിയ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾക്ക് നന്നായി പഠിച്ചാൽ മാത്രമേ അവർക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ അവിടെ എന്താണ് വിജ്ഞാനം? അതാത് സബ്ജക്റ്റിലാണ് അവർക്ക് വിജ്ഞാനമുള്ളത്. ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരു രോഗിയെ കുറിച്ച് മനസ്സിലാക്കണം, ബോഡി മനസ്സിലാക്കണം, മെഡിസിനെ കുറിച്ച് മനസ്സിലാക്കണം. അതുപോലെ ഒരു കളക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസ്ട്രിക്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് ഉള്ള കപ്പാസിറ്റിയിൽ അദ്ദേഹം വളരണം. അപ്പൊ അദ്ദേഹത്തിന്റെ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അതാത് സബ്ജക്റ്റിലാണ് അദ്ദേഹത്തിന്റെ വിജ്ഞാനമുള്ളത്. അപ്പൊ നമ്മൾ എങ്ങനെ ആരോഗ്യത്തോടെ ജീവിക്കണം എന്നൊരു എഞ്ചിനീയറോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല. അവർക്ക് എന്തെങ്കിലും നിങ്ങൾ ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ എല്ലാവരും അവരവരുടെ സബ്ജക്റ്റിലാണ് അവർ വിജ്ഞാനികൾ. എന്നാൽ ഇവിടെ പറയുന്നത് നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് എന്ത് വിജ്ഞാനം നിങ്ങൾക്കുണ്ട് എന്നതാണ്. അവിടെയാണ് സോഷ്യോപ്രീനിയർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ ഏത് വിദ്യാഭ്യാസവും എത്ര വിദ്യാഭ്യാസം പറഞ്ഞാൽ ലൈഫിന്റെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിജ്ഞാനം പറയുന്ന എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അത് നിങ്ങൾ സ്കൂളിലോ കോളേജിൽ പഠിപ്പിക്കുന്നില്ല. ജീവിതം എന്താണെന്ന് പഠിപ്പിക്കാത്ത ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നമുക്കുള്ളത്. ഇപ്പൊ അതെല്ലാം തിരിച്ചറിവായി ലോകത്തെമ്പാടും അതൊക്കെ മാറ്റം വന്നു തുടങ്ങി. സബ്ജക്ട് എഡ്യൂക്കേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റുള്ള കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് കൂട്ടിയാണ്. അപ്പോൾ ഇന്റലക്ട്, അതിന് എക്സാമ്പിൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? നല്ല പൊസിഷനിൽ ഇരിക്കുന്നു, നല്ല ജോലിയിലിരിക്കുന്ന ഒരു വ്യക്തി ഒരു സുപ്രഭാതത്തിൽ നമ്മൾ പേപ്പറിൽ കാണുന്നു അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന്റെ വിജ്ഞാനം എന്തായിരുന്നു? എന്തോ ഒരു പ്രഷർ
അദ്ദേഹം ജോലി ചെയ്യുന്ന ഏരിയയിലോ എവിടെയോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നോ എവിടെന്നെങ്കിലും വന്നതുകൊണ്ടായിരിക്കാം അദ്ദേഹം സ്വയം അദ്ദേഹത്തിന്റെ ജീവൻ എടുക്കുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പൊ വിജ്ഞാനം എന്ന് പറയുന്നത് അതല്ല, ഒരു ലൈഫിനെ കുറിച്ചുള്ള വിജ്ഞാനമാണ് നമ്മൾ യഥാർത്ഥത്തിൽ വേണ്ടത്. അപ്പൊ എത്ര ലെവലിൽ നിങ്ങൾ സമ്പാദിച്ചു എന്ന് പറഞ്ഞാലും, എന്തൊക്കെ വിദ്യാഭ്യാസം നേടി എന്ന് പറഞ്ഞാലും, നമ്മുടെ ലൈഫ് അവിടെയാണ് ഫ്രീഡം, ഫാമിലി, നിങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ടായിരിക്കണം. ആ ഹോപ്പ് നഷ്ടപ്പെട്ട വ്യക്തിയാണ്, അത്ര വലിയ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും അദ്ദേഹത്തിന്റെ ആ ഹോപ്പ്, ആ പ്രതീക്ഷ നഷ്ടപ്പെട്ട് അദ്ദേഹത്തിന്റെ അത്രമാത്രം പ്രഷർ, പുറമേ നിന്നുള്ള പ്രഷർ ആണ് നമ്മളെ ഭരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ മൈൻഡിന്റെ കപ്പാസിറ്റി എന്താണെന്ന് മനസ്സിലാക്കണം. അവിടെയാണ് ഇന്റലക്ട് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ ആണ്. ദെൻ അടുത്തത് എന്ന് പറയുന്നത് ബ്ലിസ്, അഞ്ചാമത്തെ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഇവിടെ ആനന്ദമയ, ഏതൊരു ജീവജാലങ്ങളും നമ്മൾ മനുഷ്യരും പ്രത്യേകിച്ചും സന്തോഷത്തോടെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അൾട്ടിമേറ്റ്ലി നമ്മൾ സന്തോഷത്തോടെ ജീവിക്കാനല്ലേ ആഗ്രഹിക്കുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ സ്കൂൾ തലം മുതൽ പഠിപ്പിക്കുന്ന എന്താണ്? നന്നായി പഠിക്കുക, നന്നായി പഠിച്ച് നല്ല ജോലി സമ്പാദിച്ച് നല്ലപോലെ സമ്പാദിക്കുക, ജീവിക്കാൻ അപ്പോൾ സാധിക്കും. പക്ഷെ ഞാൻ പറയാണ്, ജോലിക്കാരായിട്ട് പല ആൾക്കാരും അറ്റ് ദി എൻഡ് പല രീതിയിൽ ഓരോ വർഷവും ഇൻക്രിമെന്റ് ലഭിക്കുന്നുണ്ടാവും. ആ ഇൻക്രിമെന്റ് ലഭിച്ചതിന് ശേഷം എത്തുമ്പോൾ അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ, നല്ല രീതിയിലുള്ള റിട്ടേൺ അല്ലെങ്കിൽ പെൻഷൻ കിട്ടുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്ന അവസ്ഥ. അപ്പൊ ഞാൻ പറയുന്നത് സബ്ജക്ട് എഡ്യൂക്കേഷൻ അല്ല ഇവിടെ ആവശ്യം. നമ്മൾ നമ്മളെ കുറിച്ച് മനസ്സിലാക്കണം, ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കണം. ആ ഒരു കാര്യം നമ്മുടെ കുട്ടികൾക്കും അടുത്ത തലമുറയ്ക്കും പകർന്നു കൊടുക്കണം എന്നുള്ളതാണ് ഇതിനകത്തുള്ള പ്രധാന കാര്യം. സോ അപ്പൊ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞു. ഇനി ഞാൻ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്നുകൂടി ഞാൻ എന്തായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അപ്പൊ ഞാൻ എന്നെ പരിചയപ്പെടുത്തിയെങ്കിലും അതൊരു വലിയൊരു കാര്യമാണ്. എന്റെ സ്കൂൾ തലത്തിൽ തന്നെ എനിക്ക് കോച്ചിങ്ങിന്, സ്പോർട്സിൽ കോച്ചിങ് ലഭിച്ചുകൊണ്ട് ആദ്യത്തെ എന്റെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ് ചെയ്യുന്നത്. അതിനുശേഷം കോളേജിൽ പഠിക്കുമ്പോൾ തന്നെയാണ് ഞാൻ ഒരു ജോലി ലഭിച്ച് ഇന്ത്യൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്തു. ഞാനൊരു 6 പെങ്ങന്മാരുടെ ഇടയിൽ ജനിച്ച ഒരു ആൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു. എനിക്ക് ഭയങ്കര നാണവും കാര്യങ്ങളായിരുന്നു, ആളുകളെ ഫേസ് ചെയ്യാൻ കഴിയുമായിരുന്നു. ആ ഒരു വ്യക്തിയിൽ നിന്ന് ആ ഒരു സ്പോർട്സ് കോച്ചിങ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ 1-2 4 അന്നത്തെ ആ ഒരു ഫെസ്റ്റിവൽ ആദ്യമായിട്ടാണ് കേരള ഗവൺമെന്റ് സ്കൂളുകളിൽ ഫെസ്റ്റിവൽ ഉണ്ട്. ആ ഫെസ്റ്റിവലിൽ ഒരു 5 ഫസ്റ്റ് പ്രൈസ് എനിക്ക് കിട്ടി, ജൂനിയർ കാറ്റഗറിയിൽ. അവിടെ നിന്ന് പോലാണ് എന്റെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ സാധിച്ചത്. അപ്പൊ എന്തിലെങ്കിലും നമ്മൾ സക്സസ് ആവുമ്പോൾ നമുക്ക് ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനുശേഷമാണ് ഞാൻ ഖത്തർ എയർഫോഴ്സിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം ഖത്തറിൽ വർക്ക് ചെയ്യാനിടയായി. ഖത്തറിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. എനിക്ക് കുട്ടികളുണ്ടായി, ആദ്യത്തെ കുട്ടിയുണ്ടായി. അന്ന് മുതല് കുട്ടി ഉണ്ടായതിനു ശേഷം നമ്മുടെ ഫാമിലി ലൈഫിൽ പ്രശ്നമായി. കുട്ടിക്ക് എപ്പോഴും അസുഖം വരുന്നു. അവിടെ എന്ന് പറഞ്ഞാൽ ഗൾഫിലുള്ള വർക്ക് ചെയ്തവരോട് ചോദിച്ചറിയാം, അവിടെ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും ഈ റെസ്പിറേറ്ററി അസുഖങ്ങൾ ആയിരിക്കും എപ്പോഴും. എന്നാൽ ഈ തൊണ്ട പഴുക്കും, അല്ലെങ്കിൽ നോസ് ബ്ലോക്കാവും, ജലദോഷം, ഇതൊക്കെയാണ് സാധാരണ കണ്ടത്. അത് ഫെഡപ്പായിട്ടാണ് ഞാനൊരു 50 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ. അങ്ങനെ ഫാമിലി ലൈഫിലുണ്ടായിരുന്ന പ്രശ്നം, ആ പ്രശ്നം അതിലും വലിയ പ്രശ്നമായി. ഇത് എല്ലാവരും നിങ്ങളും ഫേസ് ചെയ്യുന്ന കാര്യമാണെന്ന് എനിക്കറിയാം, പലരും ഫേസ് ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് അവിടെ സിംഗപ്പൂരിൽ നിന്ന് വന്ന ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സ് അദ്ദേഹം പേപ്പറിൽ പരസ്യം കൊടുത്തു. ആ പേപ്പറിൽ പരസ്യം കണ്ടു അദ്ദേഹം അതിനകത്ത് എഴുതിയിരുന്നത് എങ്ങനെയാണ്: നിങ്ങൾ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബജീവിതം മെച്ചപ്പെടും ആയിരുന്നു എന്റെ. അപ്പോഴായിരുന്നു ആ കറക്റ്റ് ടൈമിൽ ഞാൻ എങ്ങനെയെങ്കിലും എന്റെ ജീവിതം മെച്ചപ്പെടുത്തണം എന്നൊക്കെ വിചാരിച്ച് മാനസികമായിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇതിനെന്ത് പോംവഴി എന്ന് മനസ്സിൽ ആലോചിച്ചപ്പോൾ കണ്ട ഒരു കാര്യമാണ്. ഈ പരസ്യം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അതിന് ജോയിൻ ചെയ്തു പറഞ്ഞാൽ അന്ന് പറയുന്ന അന്നത്തെ കാലഘട്ടത്തിൽ അവിടുത്തെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്ന 10,000 രൂപയാണ് ഒരു 100 റിയാലിന് വരുന്നത്. ആ 10,000 രൂപ കൊടുത്ത് ഞാനും വൈഫും പോയി അറ്റൻഡ് ചെയ്തിട്ട് എന്റെ സുഹൃത്തുക്കളെല്ലാം പറഞ്ഞു, നിനക്ക് വലിയ പണിയില്ലേ, ഓരോ തട്ടിപ്പും കൊണ്ട് ഓരോരുത്തർ വരും, അതിനൊക്കെ പോയി ഇത്രയും കാശ് കളയേണ്ട ആവശ്യമില്ല. പക്ഷെ അത് എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു, എന്റെ ചിന്തകളെ മാറ്റിമറിച്ചു. എന്താണ് ലൈഫ് എന്ന് പഠിപ്പിച്ചു. ഒരു 2 ആഴ്ചത്തെ ഈവനിങ്ങിൽ ഓരോ മണിക്കൂർ വെച്ചുള്ള ക്ലാസ് ആയിരുന്നു. ആ ക്ലാസ്സിലാണ് അദ്ദേഹം എന്താണ് ജീവിതം പറഞ്ഞത്, അതിൽ ഫിസിക്കൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞത്, ഫാമിലി ലൈഫിലുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ കാര്യം പറഞ്ഞു തന്നു, അതുപോലെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് പറഞ്ഞു തന്നു. അവിടെ യോഗ വന്നു,
യോഗ പഠിപ്പിച്ച് യോഗയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് മുതൽ ഞാൻ പേഴ്സണലി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. നമ്മളൊരു പബ്ലിക് സ്പീക്കിംഗ് ക്ലബിലൊക്കെ ജോയിൻ ചെയ്യുന്ന ഒരു അവസരം ഉണ്ടായി. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ പരസ്പരം മനസ്സിലാക്കാൻ സാധിച്ചത്. അവിടെ സാധാരണ നിലയിൽ ഒരു കുടുംബ ജീവിതം എന്ന് പറയുന്നത് പാർട്ട്ണറെ കറക്റ്റ് ചെയ്യാനാണ് എല്ലാവരും ശ്രമിക്കാറ്. അവിടെയാണ് നമുക്കുള്ള ഏറ്റവും വലിയ തകരാറ് എന്ന് പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി നമ്മളെ കറക്റ്റ് ചെയ്യുമ്പോൾ നല്ല കുടുംബ ജീവിതം ഉണ്ടാക്കാൻ സാധിക്കും. അതൊക്കെ ലേറ്റ് ആയിട്ടാണ് മനസ്സിലാക്കിയിട്ടാണെങ്കിൽ നല്ലൊരു ഭാര്യ ഭർത്തൃ ബന്ധം ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ ഇത് വന്ന് കേൾക്കേണ്ട കാര്യമാണ്, മനസ്സിലാക്കേണ്ട കാര്യമാണ്, പഠിക്കേണ്ട കാര്യമാണ് എന്നൊക്കെ പറയും. അങ്ങനെ എല്ലാ രീതിയിലും ആളുകളെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും, നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രൊജക്ട് ചെയ്യുന്നത്. എല്ലാവരും ഓൾ റൈറ്റ് ആണല്ലോ? ഒന്ന് കൈ കാണിച്ചേ. പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് എല്ലാം മനസ്സിലാക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അവിടെ നിന്ന് എൻ്റെ യാത്ര തുടങ്ങി. അതൊരു റിസർച്ച് ആയിരുന്നു. ആ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഓരോന്ന് മനസ്സിലാക്കി. ഫിസിക്കൽ എഡ്യൂക്കേഷൻ യോഗയിലായിരുന്നു ആദ്യമേ ഞാൻ തുടക്കം. യോഗ തുടർന്ന് വന്ന് കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കും, യോഗ കൊണ്ട് മാത്രം കാര്യമില്ല, ഫിസിക്കൽ ആക്ടിവേഷനും കൂടി നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി. അത് മനസ്സിലാക്കാനുള്ള കാരണങ്ങളുമുണ്ട്. അതിന്റെ സ്റ്റഡീസ് എല്ലാം നാളെ ഒരു സെഷൻ ഉണ്ട്. ആ സെഷനും ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ചുള്ള സെഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഈ ബേസിക് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾക്ക് തെറ്റായ ബ്രീത്തിങ് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. തെറ്റായ ബ്രീത്തിങ് എന്താണെന്ന് നമ്മൾ ആ പ്രാക്ടിക്കലി ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കും. തെറ്റായ ബ്രീത്തിങ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ക്ഷീണം ഉണ്ടാകുന്നത്. ഈ സാധാരണ നിലയിൽ ക്ഷീണം വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ക്ഷീണം വരുമ്പോൾ വിശന്നിട്ടാന്ന് വിചാരിച്ച് പോയി ഭക്ഷണം കഴിക്കും. ക്ഷീണം വരുമ്പോൾ ആൾക്കാർ ജനറലി ചെയ്യുന്ന ആൾക്കാർ അതാണ്. ക്ഷീണം വരുമ്പോൾ യഥാർത്ഥത്തിൽ ക്ഷീണം വരുന്നതിന് നിങ്ങൾ ഡീപ് ബ്രീത്ത് എടുത്തു കഴിഞ്ഞാൽ ക്ഷീണം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതേപോലെ സമ്മർദ്ദം, ദേഷ്യം വരുമ്പോഴും നമ്മൾക്ക് വരുന്ന എന്താ പറഞ്ഞാൽ മറ്റേ ആൾ എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് എനിക്ക് ദേഷ്യം വന്നതായി. യഥാർത്ഥത്തിൽ അതല്ല. നമ്മളിൽ ഓക്സിജൻ കുറയുമ്പോൾ നമുക്ക് രക്തസമ്മർദ്ദം ഉണ്ടാവും, ദേഷ്യം വരും, മറ്റുള്ളവർ ചൂടാകും എന്നുള്ളത് നമുക്ക്. ഉത്കണ്ഠ എന്ന് പറയുന്നത് അതേപോലെയാണ്. മറ്റുള്ളവരോട് നമ്മൾ അങ്ങോട്ട് ദേഷ്യം വരുമ്പോൾ അവൻ കുറച്ചുകൂടി മിടുക്കനാണ്, ഇങ്ങോട്ട് തിരിച്ചൊന്ന് ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ഉത്കണ്ഠയിലേക്ക് പോകും. നമ്മളുടെ അപ്പൊ ദേഷ്യം പോയിട്ട് അപ്പൊ പിന്നെ നമ്മൾ പ്രശ്നത്തിലേക്കാകും. അതൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മളൊരു ലോജിക്കായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വളർന്നാൽ, ഒരു വ്യക്തി ഒരു കാര്യം പറയുമ്പോൾ ഒന്ന് ഡീപ്പ് ബ്രീത്ത് എടുത്ത് ഒന്ന് സമാധാനത്തോടെ നിന്ന് കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞതിന് എന്ത് മറുപടി കൊടുക്കണം, നമ്മളൊരു പോസിറ്റീവായിട്ട് ലോജിക്കായിട്ട് അദ്ദേഹത്തിന് ഒരു മറുപടി കൊടുക്കാൻ സാധിച്ചാൽ അവിടെ തീരും പ്രശ്നങ്ങൾ. ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ മോശമാണ്. ഇതെല്ലാം നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഈ പിരിമുറുക്കവും ഉത്കണ്ഠയും മറ്റുള്ളവരായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് എത്തിക്കഴിയുമ്പോൾ രാത്രി ഉറങ്ങാൻ സാധിക്കില്ല. പലരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ ഒക്കെ അതിനൊരു കാരണം കൂടിയാണ്. അതിനോടനുബന്ധിച്ച് പിന്നെ പല അസുഖങ്ങളും, രക്തസമ്മർദ്ദം, ഹാർട്ട് ഡിസീസ്, ഇതുപോലുള്ള പിന്നെ ഭക്ഷണം കഴിച്ചുമ്പോൾ തടി വെച്ച് കഴിയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ, അതിലേക്കൊക്കെ നമ്മൾ പോകുന്നതിന്റെ കാരണം ഇതാണ്. ഇനി വരുന്ന തലവേദന വരുമ്പോൾ സാധാരണ ആൾക്കാർ ഉടനെ പോയി ഹോസ്പിറ്റലിൽ പോകും. അപ്പൊ എന്താണ്, ഡോക്ടറെ ഏതെങ്കിലും പെയിൻ കില്ലറോ എന്തെങ്കിലും തരും. ഒരാവശ്യമില്ലാതെയാണ് ചെയ്യണം. അതുപോലെ തന്നെ മൈഗ്രെയിൻ വരും, ദേഷ്യം, ഉത്കണ്ഠ, വിഷാദം, ആസ്മ പോലുള്ള അസുഖങ്ങളിലേക്ക് നടക്കുന്നുണ്ടാവും. ഇതിനെല്ലാം പോയി നമ്മൾ മെഡിസിൻ കഴിക്കും. അലർജി ആദ്യമേ വരുന്നതെന്ന് പറഞ്ഞാൽ ജലദോഷമാണ്. ജലദോഷം വന്ന് അതൊക്കെ വന്ന് അത് പ്രശ്നമായി അവസാനം നമ്മൾ എന്താ ഡോക്ടറെ കാണും. ഡോക്ടർമാർ വരെ പറയാറുണ്ട്, നിങ്ങൾക്കൊരു ജലദോഷം വന്നു കഴിഞ്ഞാൽ ഞാൻ മെഡിസിൻ തരാം. മെഡിസിൻ തന്നു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് മാറും കേട്ടോ. പക്ഷെ മെഡിസിൻ നിങ്ങൾ കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ 7 ദിവസം എടുക്കും. എങ്ങനെയുണ്ട്? പറഞ്ഞ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഡോക്ടർമാരും പറയണം. ആ രീതിയിലേക്ക് മൂക്കിലെ തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ എത്തിക്കഴിയുമ്പോൾ മെഡിസിനാണ് ആദ്യമേ. ശരിയായ ബ്രീത്തിങ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഊർജം, ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടല്ല, ആ ബ്രീത്തിങ് ഓക്സിജൻ ശരിയായിട്ട് ശരീരത്തിൽ കൊടുക്കുക, നമ്മുടെ ഊർജം, ശാന്തത, ഏകാഗ്രത, അതുപോലെ രോഗശാന്തി. കാരണം ഈ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മൾ രോഗാവസ്ഥയിലേക്ക് പോകുന്നതെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അവിടെ കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ രോഗം നമുക്ക് മാറ്റാൻ സാധിക്കും. അല്ലാതെ ഇവിടെ നിന്ന് രോഗശാന്തിയോ അല്ലെങ്കിൽ ഒരു മെഡിസിൻ തന്ന് നിങ്ങളെ ക്ലിയർ ആക്കുന്ന ഒരു സംവിധാനമില്ല. നമ്മളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ സാധിക്കും. അതാണ് നടക്കുന്നത്. ഓക്സിജൻ ശരീരത്തിലെ ഓരോ കോശത്തിനും ഊർജം നൽകുന്നു. ഷാലോ ബ്രീത്തിങ് ഓക്സിജൻ കുറയ്ക്കുന്നു. സ്ട്രെസ് ഹോർമോൺ വർദ്ധിപ്പിക്കുന്നു.
എന്താണ് ശരീരത്തിൽ ഓക്സിജൻ ചെയ്യുന്നത്? ഈ ഓക്സിജനാണ് നമ്മുടെ ശരീരത്തിലെ മെറ്റാബോളിക് ഫംഗ്ഷനെ കൺട്രോൾ ചെയ്യുന്നത്. മെറ്റാബോളിക് ഫംഗ്ഷൻ അല്ല, നമ്മുടെ ശരീരത്തിന് ഊർജ്ജം നൽകുന്നത്. എങ്ങനെയാണ്? ഓക്സിജനാണ് ഊർജ്ജം നൽകുന്നത്? ഇല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഗ്ലൂക്കോസ് അല്ലെങ്കിൽ അരി ആഹാരം, ഗോതമ്പ് പോലുള്ള ഇത് കഴിക്കുമ്പോൾ അതിലുള്ള ഗ്ലൂക്കോസ് ഷുഗറായി കൺവേർട്ട് ചെയ്ത് അന്നജം ഷുഗറായിട്ട് കൺവേർട്ട് ചെയ്ത് അതിന് ഗ്ലൂക്കോസ് പറയും. ആ ഗ്ലൂക്കോസ് നമ്മുടെ ഓരോ കോശങ്ങളിലേക്ക് എത്തി ഓക്സിജനുമായിട്ട് ചേർന്ന് കത്തിയിട്ടാണ് ഓരോ കോശത്തിലും ചെന്നിട്ട് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഒരു അടുപ്പില് കത്തിയിട്ടാണ് നമുക്ക് എനർജി ലഭിക്കുന്നത്. നമ്മൾക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെയുള്ള എനർജി ലഭിക്കുന്നത് അവിടെയാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഓക്സിജൻ ശരിയായി ബ്രീത്ത് ചെയ്ത് ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുമ്പോഴാണ് ഏറ്റവും അങ്ങേയറ്റം വരെ എത്തുന്നത് എന്ന് പറയാം. നമ്മുടെ ആ കാപ്പിലറീസ് വഴി ബ്ലഡും എത്താനും ആ ബ്ലഡിൽ കൂടിയാണ് ന്യൂട്രിയൻസ് എത്തുന്നത് എന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ശരിയായി ബ്രീത്ത് ചെയ്യണം. അതിന് പ്രധാന കാരണം നമ്മളുടെ ഹാർട്ട് എന്ന് പറയുന്നത് പ്രഷർ പമ്പാണ്. പ്രഷർ പമ്പ്. അതേസമയം ലങ്സ് എന്ന് പറയുന്നത് സക്ഷൻ പമ്പാണ്. ലങ്സ് സക്ക് ചെയ്യും, ഹാർട്ട് പ്രഷർ ചെയ്യും. അപ്പൊ ബ്ലഡ് സർക്കുലേഷൻ നമ്മൾ എപ്പോഴും മനസ്സിൽ വരുന്നത് ഹാർട്ടിന്റെ കാര്യം മാത്രമാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ബ്ലഡ് സർക്കുലേഷൻ ഫുള്ളി ശരിയാവുന്നത്. അപ്പോ ലങ്സ് പ്രഷർ പമ്പ്, സക്ഷൻ പമ്പും ഹാർട്ട് പ്രഷർ പമ്പുമായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് സക്ഷൻ പമ്പായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ഓക്സിജൻ നമ്മുടെ ലങ്സിലേക്ക് ഫുള്ളി കയറണം. നമ്മുടെ ലങ്സ് ശരിക്കും എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ മാത്രമേ ആ സക്ഷൻ ശരിക്കും നടക്കുകയുള്ളൂ. എന്നിട്ടാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ചേഞ്ച് ചെയ്ത് നമ്മുടെ ശരീരത്തിന് ഓക്സിജൻ കൊടുക്കാൻ സാധിക്കുന്നത്. സയൻസ് നമ്മളെല്ലാം ഞാനിപ്പോ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാം പഠിച്ചിട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. സോ അവിടെയാണ് നമ്മുടെ കോശത്തിന് ഊർജ്ജം നൽകുന്നു. ഷാലോ ബ്രീത്തിങ് ഓക്സിജൻ കുറയ്ക്കുന്നു. സ്ട്രെസ് ഹോർമോൺ ഇപ്പൊ എന്താണ് ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്ഷീണം വരുമ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിനും ഓക്സിജൻ കൊടുത്തു കഴിയുമ്പോൾ നമ്മളുടെ ആ സ്ട്രെസ് ഹോർമോൺ ഇല്ലാതാവും. ആ ബ്രീത്ത് ചെയ്യാത്തതുകൊണ്ട് തന്നെ സ്ട്രെസ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരുന്നത്, നമുക്ക് സങ്കടം വരുന്നു, ഉത്കണ്ഠ വരുന്നു. ഇതിനെല്ലാം കാരണം അതാണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ വെറുതെ ഒരു കാര്യമില്ലാതെ ചിരിച്ചാൽ തന്നെ നമ്മളുടെ കയ്യിൽ നല്ല ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും, സന്തോഷം തരുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യത്തിലൊന്നും നമുക്ക് സന്തോഷം ലഭിച്ചാലും ആ ഹോർമോൺ ഉണ്ടാവും. നമ്മൾ അറിഞ്ഞുകൊണ്ട് അതൊരു പ്രാക്ടീസ് ആക്കിയിട്ട് ചിരിച്ചാലും ആ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്കറിയാം. ചിരി ക്ലബിന്റെയൊക്കെ അടിസ്ഥാനം അതാണ്. അപ്പൊ അതൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് മനസ്സിലാക്കാം. അപ്പൊ ആ സ്ട്രെസ് ഹോർമോൺ കുറയ്ക്കാൻ അത് സഹായിക്കുന്നുണ്ടാവും. സോ ഡീപ്പ് ആൻഡ് പർപ്പസ്ഫുൾ ബ്രീത്തിങ് പാരാസിമ്പത്തറ്റിക് നാഡീവ്യൂഹത്തെ സജീവമാക്കുന്നു. ശ്രമം, മെച്ചപ്പെട്ട ദഹനം, ശക്തമായ പ്രതിരോധ ശേഷി എന്നിവ നമ്മൾക്ക് കൂട്ടാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ കാര്യം. എന്താണ് പാരാസിമ്പത്തറ്റിക് നാഡീവ്യൂഹം? പാരാസിമ്പത്തറ്റിക് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ പ്രകൃതി ആളുകളെ സൃഷ്ടിച്ചിരിക്കുന്ന 80-20 റേഷ്യോ എന്ന് പറയുന്ന ഒരു കാര്യം. സാധാരണ നിലയിൽ അത് ഒരു സയൻസ് ആണ്. ഈ 20% ആൾക്കാരാണ് ഈ ലോകം ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഈ 20% ആൾക്കാരാണ് ഏകദേശം സക്സസ് ആയിട്ട് ജീവിക്കുന്നത്. കാരണം അവരാണ് ലോകത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത്. ആ ചെയ്യുന്ന ആളുകളാണ് നല്ല രീതിയിൽ ജീവിക്കുന്നത് എന്ന് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത്. അപ്പൊ ആ 20% ആൾക്കാർക്ക് നല്ല രീതിയിൽ ഫിസിക്കൽ ആക്ടിവിറ്റിയും ചിന്തിക്കാനൊക്കെ ഉള്ള കഴിവ് ലഭിക്കുന്നത് നല്ല രീതിയിൽ ബ്രീത്ത് ചെയ്യുന്ന ആളുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സയൻസ് ആണ് കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യും. അപ്പൊ അങ്ങനെ അത് ചെയ്യുന്നതുകൊണ്ട് ഇവരാണ് ബില്യൻ. ബാക്കി 80% ആളുകളുടെ എന്താണ്, അവരെല്ലാം നോക്കിയിരിക്കുന്നവരാണ്. എല്ലാ കാര്യങ്ങളും കുറച്ച് കഴിയുമ്പോൾ ഫോളോ ചെയ്യുന്നവരാണ്. എന്ത് നടന്നു കഴിഞ്ഞാൽ അതിനെ കുറ്റം പറയുന്നവരാണ്. അവരെ സിമ്പത്തറ്റിക് നാഡീവ്യൂഹം, സിമ്പത്തറ്റിക് അവരുടെ സിസ്റ്റം, അതായിട്ട് അവരുടെ പ്രാക്ടിക്കലി പ്രാക്ടീസ് ചെയ്ത് അവരുടെ നെർവ് സിസ്റ്റം അങ്ങനെ ആയി മാറി. അത് ചെറുപ്പം മുതലുള്ള ഒരു പ്രാക്ടീസ് കൊണ്ടാണ്. ജനിക്കുന്നത് അങ്ങനെയല്ല. നമ്മൾ ജീവിക്കുന്ന സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ലഭിച്ച കാര്യങ്ങൾ. എപ്പോഴും കരഞ്ഞു കുവികളായിട്ട് നടന്ന് എല്ലാം മറ്റുള്ളവർ ചെയ്യണമെന്നും മറ്റുള്ളവരാണ് എനിക്കെല്ലാം ചെയ്യേണ്ടതെന്നും ഈ ഗവൺമെന്റ് ശരിയല്ല, അല്ലെങ്കിൽ പോലീസ് ശരിയല്ല, ആൾക്കാർ ശരിയല്ല, ബന്ധുക്കൾ ശരിയല്ല, ആരും ശരിയല്ല, അവസാനം ഞാനും ശരിയല്ല എന്ന് പറയുന്ന അവസ്ഥയിലിരിക്കുന്ന ആൾക്കാരാണ് സിമ്പത്തറ്റിക് നാഡീവ്യൂഹം വളർത്തിയ ആൾക്കാർ എന്ന് പറയുന്നത്. അവരുടെ നെർവ് സിസ്റ്റം, അവരെ ഹാബിച്വലി അങ്ങനെ ഇതെല്ലാം ഹാബിറ്റാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ആ ഹാബിറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പാരാസിമ്പത്തറ്റിക് നാഡീവ്യൂഹത്തെ ഉത്തേജിപ്പിക്കാനും നമ്മളതൊരു പ്രാക്ടീസിൽ കൂടി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ ഈ പാരാസിമ്പത്തറ്റിക് നാഡീവ്യൂഹം ഉള്ളവരാണ് ഡിസിഷൻ എടുക്കാൻ കഴിവുള്ളവർ.
നന്നായി ബ്രീത്ത് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഒരു പ്രശ്നം വരുമ്പോൾ എന്തുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായി എന്ന് കണ്ടുപിടിക്കാനും കഴിവുള്ളവർ. ആ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെങ്ങനെ മറികടക്കാമെന്നും അവരാണ് ചിന്തിക്കുന്നത്. അതാണ് 80-20 റേഷ്യോ എന്ന് പറയുന്നത്. മനസ്സിലായി കാണും. അതൊരു സയൻസ് ആണ്. കാരണം അവരാണ് എഞ്ചിനീയേഴ്സ് ഉണ്ടായിരിക്കാം, പലതരത്തിലുള്ള പ്രൊഫഷൻ ഉണ്ടായിരിക്കാം. ചിന്തിക്കാനും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി റിസർച്ച് ചെയ്ത് മനസ്സിലാക്കി അതിന് പ്രതിവിധി തേടുന്ന ആൾക്കാരെയാണ് പാരാസിമ്പത്തറ്റിക് നാഡീവ്യൂഹം അല്ലെങ്കിൽ നെർവ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് അത് ഹാബിച്വൽ ആയിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. ഇതെല്ലാം നമ്മുടെ ഇപ്പോൾ നിങ്ങൾ എന്തായിരിക്കുന്നതോ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും നിങ്ങളുടെ ടീച്ചേഴ്സിൽ നിന്നും നിങ്ങളുടെ സഹപാഠികളിൽ നിന്നും നിങ്ങളെ അടിച്ചേൽപ്പിച്ച് ഈ പറയുന്ന സോഷ്യൽ മീഡിയ വഴിയും നമ്മളുടെ ഇതിനകത്ത് കയറിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾക്കും നമ്മുടെ പാരാസിമ്പത്തറ്റിക് നാഡീവ്യൂഹം ഉണർത്തിയെടുത്ത് ആ ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോഴാണ് നമ്മൾക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുക, നല്ല രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുക എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. സോ ഇതാണ് പാരാസിമ്പത്തറ്റിക് നാഡീവ്യൂഹം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കാം, പക്ഷെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു പിക്ചർ റെപ്രസെന്റേഷൻ കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് നമ്മളുടെ പ്രകൃതി നമ്മൾ മനസ്സിലാക്കി ഉള്ളിലിരിക്കുന്ന എത്ര ഹെൽത്തി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓർഗൻസ് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ലങ്സ് ആണ്. നമുക്ക് ലിവർ കാണാൻ സാധിക്കുന്നത്, സ്മോൾ ഇൻഡസ്ട്രീനും ബിഗ് ഇൻഡസ്ട്രീനും കാണാൻ സാധിക്കും. അതിന്റെ പുറകിൽ കിഡ്നി ഉണ്ട്, ഹാർട്ട് ഉണ്ട്, പാൻക്രിയാസ് ഉണ്ട്. ഇതെല്ലാം വളരെ സേഫ് ആയിട്ട് ഈ തൊറാസിക് കേജിനകത്താണ് ഇതെല്ലാം പ്രകൃതി ഫിക്സ് ചെയ്ത് തന്നിരിക്കുന്നത്. ഇതൊന്നും അത്ര എളുപ്പത്തിലൊന്നും അതിനെ ഡാമേജ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഈ ഇരിക്കുന്ന ഏറ്റവും വൈറ്റലായിട്ടുള്ള ഓർഗൻസിലുള്ള ഡാമേജ് ആണ് ഈ കാലഘട്ടത്തിലെ അസുഖം. ഹാർട്ടിൽ വരുന്ന ഹാർട്ട് ഡിസീസ്, പാൻക്രിയാസിൽ വരുന്ന നമുക്ക് ഡയബറ്റിക്, അതുമാതിരി ഓരോന്നിനും നിങ്ങൾ ഈ കാലഘട്ടത്തിന്റെ അസുഖങ്ങളെല്ലാം ഇത്ര സേഫ് ആയിട്ട് പ്രകൃതി ഫിക്സ് ചെയ്ത് തന്നിട്ടും ഇതിലാണ് നമ്മൾക്ക് അത് എക്സ്റ്റേണലി വന്ന ആഘാതം കൊണ്ടോ ഒരു ഡാമേജ് കൊണ്ടോ അല്ലാതെ നമ്മളുടെ ചില ഹാബിറ്റും നമ്മുടെ ആ പറയുന്ന ലൈഫ് സ്റ്റൈലും ആണ് ഈ രീതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പൊ ഞാനിവിടെ ഇത് കാണിച്ചിരിക്കുന്നതാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ഓർഗൻസ് എല്ലാം ഇതുപോലെ ഹെൽത്തി ആണെന്ന് എപ്പോഴും മനസ്സിലങ്ങോട്ട് ഉറപ്പിക്കണം. അതെല്ലാം ഹെൽത്തിയാണ്. എന്ത് പ്രശ്നത്തിൽ കൂടി നിങ്ങൾ പോകണം, ഇതെല്ലാം ഇതേപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണെന്ന് നമ്മൾ ആദ്യം. സോ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള സെഷനാണ്. പ്രാക്ടിക്കൽ ആയിട്ടുള്ള സെഷൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി പഠിപ്പിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ബേസിക് ആയിട്ടുള്ള 4 ബ്രീത്തിങ് മെത്തേഡ്സ്. ബ്രീത്തിങ് പലതരത്തിൽ ചെയ്യാൻ സാധിക്കും. അതായത് ഒന്നാമത്തെ കപാൽപട്ടി എന്ന് പറയും, ഫോർഹെഡ് ഷൈനിങ് ബ്രീത്തിങ് എന്നാണ് അതിന് പറയുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ ഭസ്ത്രിക പ്രാണായാമം, ബെലോസ് ബ്രീത്തിങ് എന്ന് പറയും. പിന്നെയുള്ളത് പറയുന്നത് അനുലോം വിലോം പ്രാണായാമ എന്ന് പറയും, ആൾട്ടർനേറ്റീവ് നോസ്ട്രൽ ബ്രീത്തിങ് എന്ന് പറയും. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമ്മൾ ഭ്രമറി, ഹമ്മിങ് ബീ ബ്രീത്തിങ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളെല്ലാവരും ഒന്ന് റെഡി. ചെറിയ ഒരു പ്രാക്ടിക്കലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മള് പെർഫെക്റ്റ് ആയിട്ട് ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാനാണ് പോകുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ ശരിയായിട്ടാണോ ബ്രീത്ത് ചെയ്യുന്നത് എന്ന് നമ്മൾ ആദ്യമേ നോക്കുന്നുണ്ടാവും. എല്ലാവരും ഇപ്പൊ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ. നിങ്ങളുടെ ബോഡി കാണുന്ന രീതിയിൽ തന്നെ ക്യാമറ വെക്കുക. അപ്പോ ഇതില് ആദ്യമേ നമ്മൾ നോക്കുന്നത് നമ്മുടെ ബ്രീത്തിങ് ശരിയാണോ എന്നുള്ളതാണ്. ആ ബ്രീത്തിങ്ങിന്റെ ഇതെന്ന് പറയുന്നത് നമ്മൾ ഇൻഹേൽ ചെയ്യുമ്പോൾ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോൾ നമ്മുടെ സ്റ്റൊമക്ക് വെളിയിലോട്ട് വരണം. അതിന് നമ്മൾ ഒരു കൈ നെഞ്ചത്തും വെക്കുക, ഒരു കൈ നമ്മുടെ വയറിന്റെ മുകളിലും വെക്കുക. വയറിന്റെ മുകളിലും വെച്ചതിന് ശേഷം നമ്മൾ ഡീപ്പായിട്ട് ഉള്ളിലോട്ട് ശ്വാസം എടുക്കുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. ഉള്ളിലോട്ട് ശ്വാസം എടുക്കുമ്പോൾ വയറ് പുറത്തേക്ക് വരുന്നുണ്ടോ എന്നൊന്ന് കണ്ണടച്ചതിന് ശേഷം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോൾ വയറ് പുറത്തേക്കായിരിക്കും വരണേ. ശ്വാസം വെളിയിലേക്ക് പോകുമ്പോൾ വയറുള്ളിലോട്ട്, ശ്വാസം വെളിയിലേക്ക് ഇടുമ്പോൾ വയറ് ഇതുപോലെ ഉള്ളിലോട്ട് പോകും. ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോൾ നമ്മളൊരു ബലൂൺ വീർപ്പിക്കുന്ന പോലെ നമ്മൾ വയറ് പുറത്തേക്ക് വരണം. അതാണ് ശരിയായ ബ്രീത്തിങ്. കാരണം ആ റിതം കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോൾ വയറ് ഉള്ളിലോട്ടാണ് പോകുന്നതെങ്കിൽ അവിടെയാണ് ഞാൻ ഈ പ്രഷർ പമ്പിന്റെ സക്ഷൻ പമ്പിന്റെ പ്രവർത്തനം ശരിയായി ആവില്ല എന്ന്. ഇപ്പൊ അങ്ങനെ ഇല്ലാന്ന് വിചാരിച്ചാൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. അതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാം. അതൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള സംവിധാനം നമുക്കുണ്ട്.
അപ്പൊ അതാണ് ഒന്നാമത്തെ ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. അത് പോകെ പോകെ നമുക്ക് ശരിയാക്കി എടുക്കാം, ഡോണ്ട് വറി. ഇനി അടുത്തത് എന്ന് പറയുന്നത് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം ഏതൊക്കെ തരത്തിലുള്ള ബ്രീത്തിങ് ആണ് നമ്മുടെ ശരീരത്തിന് പ്രകൃതി തന്നിരിക്കുന്നത് എന്ന് നോക്കി ഒന്ന് മനസ്സിലാക്കാം. അതിന് പറയുന്നത് നമ്മൾ ബെലോസ് ബ്രീത്തിങ്, ഇത് അബ്ഡോമിനൽ ബ്രീത്തിങ് എന്ന് പറയും. അബ്ഡോമിനൽ ബ്രീത്തിങ്, ഈ അബ്ഡോമിനൽ ബ്രീത്തിങ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികൾ ആദ്യമായിട്ടുണ്ടാകുന്ന ചെറിയ ഇൻഫന്റ് അവർ മലർന്നു കിടക്കുന്ന സമയത്ത് ആ കുട്ടി ബ്രീത്ത് ചെയ്യുന്ന ആ കുട്ടിയുടെ സ്റ്റൊമക്ക് മുകളിലേക്ക് താഴേക്ക് മൂവ് ചെയ്തിട്ടാണ്. ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണ് ബ്രീത്ത് ചെയ്യുന്ന, അതാണ് സ്റ്റൊമക്ക് ബ്രീത്തിങ്. പിന്നെ പോകെ പോകെ നമ്മൾ വലുതായി ഇവിടെയൊക്കെ കുറച്ച് പറഞ്ഞ കൊടവേറൊക്കെ ആയി കഴിയുമ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങോട്ട് ഇല്ലാതാവും ഒരു പ്രായമായി കഴിയുമ്പോൾ. അതേസമയം നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ഉള്ള ആളുകൾക്ക് ഇവിടെ നല്ല മസിൽസ് ഉണ്ടാവും, ഇവിടെ ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടാവില്ല. അപ്പൊ കറക്റ്റായ രീതിയിൽ ഇതിങ്ങനെ സ്റ്റൊമക്ക് അങ്ങോട്ട് ചെയ്യുന്നൊരു സിറ്റുവേഷനിലേക്ക് ഉണ്ടായിരിക്കും. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഈ തൊറാസിക് കേജ് ഉപയോഗിച്ചിട്ട്, അതായത് റിപ്സ് ഇങ്ങനെ ഇരുന്നിട്ട് റിപ്സ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെ ഇത് ചെയ്യുന്നതിനാണ് തൊറാസിക് ബ്രീത്തിങ് എന്ന് പറയുന്നത്. അത് രണ്ടാമത്തെ ടൈപ്പ് ബ്രീത്തിങ്. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഈ കോളർ ബോൺ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് ബ്രീത്ത് ചെയ്യുന്നത്, അത് കൾവിക്കുലർ ബ്രീത്തിങ് എന്ന് പറയും. ഇങ്ങനെ ഈ രീതിയിൽ ബ്രീത്ത് ചെയ്യുന്നത്. ഇത് നമ്മൾ സാധാരണ നമ്മുടെ ലേഡീസിലാണ് കാണുന്നത്. അത് പ്രകൃതി അവർക്ക് നൽകിയ ഒരു നന്മയാണ്. അവർ പ്രഗ്നൻസി സമയത്ത് അവരുടെ സ്റ്റൊമക്ക് അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ആ സമയത്തുള്ള ഒരു ആൾട്ടർനേറ്റീവ് ബ്രീത്തിങ് മെത്തേഡാണ് ഈ കൾവിക്കുലർ ബ്രീത്തിങ്. അപ്പൊ ഇത് ഈ രീതിയിലാണ് ബ്രീത്ത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഇത് മൂന്നും ഉപയോഗിച്ച് അങ്ങോട്ട് ബ്രീത്ത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റൊമക്ക് ഉപയോഗിക്കുമ്പോൾ ലോവർ ലങ്സ് ആണ് ഫില്ലാവുന്നത്. തൊറാസിക് കേജ് ഫില്ല് ചെയ്യുമ്പോൾ നമ്മുടെ സെൻട്രൽ പോർഷൻ ഓഫ് ദി ലങ്സ് ആണ് ഫില്ലാവുന്നത്. ഈ കൾവിക്കുലർ ബ്രീത്തിങ് ചെയ്യുമ്പോൾ അപ്പർ പോർഷൻ ഓഫ് ദി ലങ്സ് ഫില്ലാവും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് മൂന്നും കൂടെ ഉപയോഗിച്ച് ശരിക്കും ബ്രീത്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്തെല്ലാം സംഭവിക്കും. ഈ ലങ്സ് എന്ന് പറയുന്ന ആവിയോള എന്ന് പറയുന്നത് ഇങ്ങനെ ക്ലോസ് ആയിട്ടിരിക്കുന്ന ബെലോസ് പോലെ ഇരിക്കുന്നതാണ്. അത് ശരിക്കും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താണ്, നിങ്ങളിപ്പോ ആദ്യമായിട്ടാണ് ഒരു ഡീപ് ബ്രീത്ത് എടുക്കുന്നതെങ്കിൽ ചുമയ്ക്കും. കാരണം അതിനകത്ത് നിന്നൊക്കെയുള്ള ഡസ്റ്റ് ചിലപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ചുമയ്ക്കും, കൊണ്ടുവരും. അതൊക്കെ വേണം. നമ്മളെ കഫം എന്ന് പറയുന്നത് അതും ഒരു നന്മയാണ്. കഫം വഴിയാണ് ഇത് ചെയ്യുന്നത്. ബ്രീത്തിങ്ങിന്റെ ഏറ്റവും ഇത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഡിഫൻസിലാണ് സെർവ് ചെയ്തത്, എയർഫോഴ്സിലായിരുന്നു എന്ന് പറഞ്ഞു. ഡിഫൻസിലോ പോലീസിലോ സെലക്ഷൻ നടക്കുന്ന ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ചെസ്റ്റിന്റെ എക്സ്പാൻഷനാണ്. ആദ്യമേ നോർമലി നിൽക്കാൻ പറയും, അവർ മെഷർമെന്റ് എടുക്കും. അതിനുശേഷം ഇൻഹേല് ശരിക്കും ബ്രീത്ത് ഉള്ളിലോട്ട് എടുക്കാൻ പറഞ്ഞിട്ട് ആ ലങ്സ് എത്ര എക്സ്പാൻഡ് ചെയ്തു എന്ന് ഉള്ള മെഷർമെന്റ് എടുക്കുക. അവർക്ക് ഒരു പ്രിസ്ക്രൈബ്ഡ് മെഷർമെന്റ് 3 ഇഞ്ചോ 4 ഇഞ്ചോ, ആ ഇഞ്ചിൽ താഴെയാണ് എക്സ്പാൻഷൻ ഉള്ളൂ എങ്കിൽ അപ്പൊ തന്നെ അവിടെ നിന്ന് പറഞ്ഞു. പിന്നെയുള്ള ടെസ്റ്റ് ഒക്കെ പിന്നീടാണ്. ഏറ്റവും ആദ്യത്തെ ടെസ്റ്റാണ്. അപ്പോൾ എന്തിനാണത്? നല്ല രീതിയിൽ ബ്രീത്ത് ചെയ്ത് ലങ്സ് കപ്പാസിറ്റി, അതായത് ലങ്സിന്റെ ഇത് നന്നായിട്ട് വീർത്ത് പൊസിഷനിൽ എത്തിയ ആളുകൾക്ക് നല്ല രീതിയിൽ ഓക്സിജൻ അദ്ദേഹത്തിന്റെ ബ്രെയിനിൽ സപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നന്നായിട്ട് ചിന്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ക്വിക്ക് ആക്ഷൻ ഡിസിഷൻ എടുക്കാൻ സാധിക്കും എന്ന് ഉള്ള സയൻസിന്റെ കാര്യം കൊണ്ടാണ് അവര് ആ ടെസ്റ്റ് നടത്തുന്നത്. അപ്പൊ നമ്മൾക്ക് ഇതെന്താ ഡിഫറൻസിലുള്ളവർക്ക് മാത്രം മതിയോ? നമ്മൾക്കും അതേപോലെ ചിന്തിക്കാനും ഒക്കെ. അതുകൊണ്ടാണ് ഡിഫറൻസിലുള്ള ആൾക്കാർക്ക് ആ ഒരു ചടുലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് അവരെത്തുന്നതിന്റെ കാരണം. പല കമ്പനികളും റിട്ടയർ ആയ അവരെ സെലക്ട് ചെയ്യുന്നതിന്റെ കാരണവും അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് ബ്രീത്തിങ്ങിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ നമ്മൾ ഇതെല്ലാം ഉപയോഗിച്ച് അപ്പോൾ ആദ്യമേ നമ്മൾ ശരിക്കും ഒരു സ്ട്രെച്ചിങ് എക്സർസൈസ് ഒക്കെ മറ്റുള്ള ദിവസങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഇത് ശരിയായ പ്രാക്ടീസിങ് അല്ല. 3 ടൈപ്പ് എങ്ങനെയാണെന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയാണ്. അപ്പോൾ ബ്രീത്തിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ഇത്രയും ഏരിയയും നമ്മുടെ മൂക്ക് വഴി വിൻഡ് പൈപ്പ് വഴി ലങ്സ് വരെ, ഇതാണ് നമ്മൾ ഈ ബ്രീത്തിങ്ങിന് ഉപയോഗിക്കുന്ന നമ്മുടെ ഓർഗൻസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത്? മൂക്കാണ് ആദ്യമേ വലിയ ഡസ്റ്റുകളെ ഫിൽട്ടർ ചെയ്യുന്നത്. അതിനുശേഷം വിൻഡ് പൈപ്പിലുള്ള മ്യൂക്കസ് ലെയർ ആണ് അതിലും വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡസ്റ്റ് ഫില്ല് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ലങ്സിലേക്ക് ഓക്സിജൻ എത്തുന്നു. ആ ലങ്സ് എന്ന് പറയുന്നത് കറക്റ്റ് ടെമ്പറേച്ചറിലായിരിക്കും. അത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ എന്തിനാണ് പ്രകൃതി ജീവജാലങ്ങൾക്ക് 2 ഹോള് തന്നിരിക്കുന്നത് വെച്ചാൽ അതാണ് എയർ കണ്ടീഷനിങ് സിസ്റ്റം. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നല്ല തണുപ്പുള്ള രാവിലെ ഓരോന്ന് അടച്ചു പിടിച്ച് ഓരോ നോസിൽ കൂടി ഒന്ന് ബ്രീത്ത് ചെയ്ത് നോക്കുക. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം ചെറുതായിട്ട് അടഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നിട്ട് അതേ ദിവസം തന്നെ നല്ല ഉച്ചയാകുമ്പോൾ അത് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഓപ്പോസിറ്റ് സൈഡ് ഓപ്പൺ ആയിട്ട് മറ്റേ സൈഡ് ക്ലോസ് ആയിട്ടുള്ളത് കാണുന്നത്. അപ്പൊ കറക്റ്റ് ടെമ്പറേച്ചറിൽ ലങ്സിലേക്ക് ഓക്സിജൻ എത്തണം എന്ന് പ്രകൃതിക്ക് ഇതുണ്ട്. അതുകൂടാതെ കറക്റ്റ് ആയിട്ടുള്ള ഹ്യൂമിഡിറ്റി, ഈർപ്പവും
ചെന്നാൽ മാത്രമേ രോഗാണുക്കളെ പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ എന്നെ വിളിച്ച പല ആളുകളുടെ പ്രശ്നം വായിൽ കൂടി ബ്രീത്ത് ചെയ്യുന്നതാണ്. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ബ്രീത്തിങ് ആണ്, ഏറ്റവും തെറ്റായ ബ്രീത്തിങ് ആണ് വായിൽ കൂടി. ആ വായിൽ കൂടി ബ്രീത്ത് ചെയ്യുമ്പോൾ വായ ഡ്രൈ ആവുകയും വായ ഉണങ്ങുകയും പലതരം വായിൽ അസുഖം വരും. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സലൈവറി ഗ്ലാൻഡ് പ്രവർത്തനം, വായ ഉണങ്ങുന്നത് അതാണ്. നമ്മുടെ സലൈവറി ഗ്ലാൻഡിന്റെ പ്രവർത്തനം നിൽക്കുമ്പോൾ ഉമിനീര് ഉൽപാദനം ഇല്ലാതാവും. ഉമിനീര് ഉൽപാദനം ഇല്ലാതെ വരുമ്പോൾ നിങ്ങളുടെ ദഹന പ്രക്രിയയുടെ ആദ്യത്തെ പ്രോസസ് ആയിട്ടുള്ള ഉമിനീര് മിക്സിംഗ് നടക്കാതെ വരും. അത് കുറച്ച് കഴിയുമ്പോൾ അതിന്റെ പ്രവർത്തനം തന്നെ നിലച്ചു പോകുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പൊ ശരിക്കും ബ്രീത്തിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഉമിനീര് ഉൽപാദനം കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ പോകെ പോകെ ഈ ബ്രീത്തിങ് 3 തരവും ചെയ്യുമ്പോൾ നിങ്ങളുടെ വായിൽ ഉമിനീര് ഉൽപാദനം ഇടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്റെ കൂടെ വരുന്ന ആൾക്കാരെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യമേ ചെയ്യാൻ പോകുന്നത് കപാൽപട്ടി. കപാൽപട്ടി എന്ന് പറയുന്നത് നമ്മൾ ധ്യാനമുദ്രയിൽ മടിയിൽ കയ്യിൽ വെച്ചുകൊണ്ട് നമ്മൾ ആദ്യം ഒന്നും ബ്രീത്തിങ് ചെയ്യാം. എക്സൈൽ ചെയ്യുന്നത്, ശ്വാസം വെളിയിലേക്ക് വിടുന്നത്, ശക്തമായിട്ട് ശ്വാസം വെളിയിലേക്ക് വിടുക. അപ്പൊ നമ്മുടെ സ്റ്റൊമക്ക് ഉള്ളിലോട്ട് പോകും. ഈ രീതിയിൽ ഞാൻ ആദ്യമേ കാണിച്ചത്. ഈ രീതിയിൽ ചെയ്യേണ്ടതാണ് കപാൽപട്ടി. അപ്പൊ നമ്മുടെ സ്റ്റൊമക്ക് ശരിക്കും ഉള്ളിലോട്ട് പ്രസ് ചെയ്തു ഇൻഹേൽ ചെയ്യുന്നത്, ശ്വാസം ഉള്ളിലോട്ട് എടുക്കുന്നതിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ആദ്യമേ നമ്മളൊന്ന് കൈ സ്ട്രെച്ച് ചെയ്ത് മുകളിലേക്ക് ഇങ്ങനെ ഈ രീതിയിൽ ഒന്ന് എല്ലാവരും ഒന്ന് സ്ട്രെച്ച് ചെയ്തേ. മുകളിലേക്ക് ശരിക്കും സ്ട്രെച്ച് ചെയ്യുക. സ്ട്രെച്ച് ചെയ്തതിനു ശേഷം കൈ മാത്രം താഴേക്ക് കൊണ്ടുവരിക, ബോഡി അതേപോലെ നിലനിർത്തുക. അപ്പൊ നിങ്ങളുടെ ബോഡി എറക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ലങ്സ് എക്സ്പാൻഡ് ചെയ്യാൻ, നമ്മുടെ തൊറാസിക് കേജ് ഒക്കെ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. ശരിക്കും മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് കൈ താഴേക്ക് ഇരിക്കുക, ബോഡി അതേ പിടിച്ചിട്ട് നിൽക്കുക. മുമ്പോട്ടോ ബാക്കിലോട്ടോ തല ഈ രീതിയിലോ തല കൊമ്പിട്ടോ വരുക. നമ്മുടെ വിൻഡ് പൈപ്പ് സ്ട്രേറ്റ് ആയിട്ട് ആ എയർ പോകാനുള്ള ഇതിലേക്ക് നമ്മളുടെ കഴുത്തും അതേപോലെ തന്നെ വെക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു 5 പ്രാവശ്യം ഇന്ന് ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. നിങ്ങൾക്ക് ഇന്ന് പറ്റിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമല്ല. പോകെ നമുക്ക് ശരിയാക്കി എടുക്കാൻ സാധിക്കും. ഓക്കെ, ഇല്ലല്ല, കൈ മടിയിൽ വെക്കുക. കൈ മടിയിൽ വെച്ചിട്ട് ഇനി അത് ഞാൻ നമ്മുടെ ബോഡി സ്ട്രെച്ച് ചെയ്ത് സ്ട്രേറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് അത് പറഞ്ഞത്. ഇനി നമ്മൾ കയ്യിൽ മടി വെക്കുക, ധ്യാനമുദ്രയിൽ വെക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ ഇത് മാത്രം ചെയ്യുക. എക്സൈൽ ചെയ്യുന്നത്, ശ്വാസം വെളിയിലേക്ക് വിടുമ്പോൾ സ്റ്റൊമക്ക് ഉള്ളിലോട്ട് പോകുന്നതുകൊണ്ട് അത് ആദ്യമേ ശ്വാസം വെളിയിലേക്ക് ശക്തമായിട്ട് വിടുന്നത് മാത്രം പ്രാക്ടീസ് ചെയ്യും. സ്റ്റൊമക്ക് ഉള്ളിലോട്ട് പോകണമെന്നൊന്നും ഇപ്പൊ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ട്രൈ ചെയ്യൂ, ഒന്ന് ട്രൈ ചെയ്യൂ. ശക്തമായിട്ട് ശ്വാസം വെളിയിലേക്ക് വിടാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നിങ്ങൾ ഹാർട്ടിന് പ്രശ്നമുള്ളവരോ ഹൈ പ്രഷറുള്ളവരോ ശക്തമായിട്ട് ബുദ്ധിമുട്ടി ചെയ്യരുത്. അതിന് പ്രിക്കോഷൻ പ്രധാനമാണ്. ഇത് ചെയ്യുമ്പോൾ ഹാർട്ട് ഡിസീസോ ഹൈ ബ്ലഡ് പ്രഷറോ ഉള്ളവർ നിങ്ങൾ ബലം പിടിച്ച് ചെയ്യാതിരിക്കുക. വളരെ സ്ലോലി നമുക്ക് അതിലേക്ക് എത്താം. നമുക്ക് ലങ്സിന്റെ കപ്പാസിറ്റി കൂട്ടണം. ചെയ്യുമ്പോൾ അത് പോകെ ശരിയാവുന്നുണ്ടാവും. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഭസ്ത്രികാ പ്രാണായാമം. ഭസ്ത്രികാ പ്രാണായാമം എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം ലങ്സ് എല്ലാം ഉപയോഗിക്കും. ഇതുപോലെ കൈ മുകളിലേക്ക് ഉയർത്തി വരുമ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ടൈം എടുത്തുകൊണ്ട് ഇൻഹേൽ ചെയ്യുക. ഇതുപോലെ അപ്പൊ നമ്മൾ കൈ മുകളിലേക്ക് സ്ലോലി ഉയർത്തുമ്പോൾ അത്രയും സമയമെടുത്ത് ഓക്സിജൻ ഉള്ളിലോട്ട് എടുക്കുക. എന്നിട്ട് ഈ കൈ ഡ്രോപ്പ് ചെയ്യുക മാത്രം, ബലം പിടിച്ചത് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കൈ വെറുതെ ഡ്രോപ്പ് ചെയ്യുക, ആ കൈയുടെ വെയിറ്റ് മാത്രം ഡ്രോപ്പ് ചെയ്യുക. ഓക്കെ, ആ ഡ്രോപ്പ് ചെയ്യുന്ന അപ്പൊ ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നുണ്ടാവും. ഉള്ളിലോട്ട് എടുക്കുന്നത് ഡീപ്പായിട്ട് കുറെ ടൈം എടുക്കുക. എന്നിട്ട് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ശക്തമായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഷോട്ട് സാറ് സ്ലോലി ഇങ്ങനെ നേരെ തന്നെ ഇങ്ങനെ പുറത്തോടെ അല്ല, നമ്മുടെ ശരീരത്തിന്റെ ക്ലോസ് ആയി വെച്ചിട്ട് നേരെ തന്നെ പോകുക. ഓക്കെ, പോകാൻ ശരിയാവും, കുഴപ്പമൊന്നുമില്ല. കൈ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് എക്സൈൽ ചെയ്യുക, ശ്വാസം വെളിയിലേക്ക് വിടുക. പെട്ടെന്ന് തന്നെ അത് ശരിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത് അനുലോം വിലോം, ആൾട്ടർനേറ്റ് നോസ്ട്രൽ ബ്രീത്തിങ്. ആൾട്ടർനേറ്റ് നോസ്ട്രൽ എന്ന് പറഞ്ഞാൽ നമ്മള് ഓരോന്നിൽ കൂടി വയ്ക്കും. അതിന് നമ്മൾ ചൂണ്ടുവിരലും മിഡിൽ ഫിംഗറും ഫോൾഡ് ചെയ്ത് പിടിക്കുക.
അത് നമ്മുടെ റിംഗ് ഫിംഗറും തമ്പും ഉപയോഗിച്ചിട്ട് രണ്ട് നോസും, ഒന്ന് ലെഫ്റ്റും അടയ്ക്കുക, മറ്റത് റൈറ്റും അടയ്ക്കുക. തമ്പ് കൊണ്ട് റൈറ്റ് അടയ്ക്കുക, ലെഫ്റ്റ് റിംഗ് ഫിംഗർ കൊണ്ട് അടയ്ക്കാൻ സാധിക്കണം. ഓക്കെ, അപ്പൊ ആദ്യമേ നമ്മൾ റിംഗ് ഫിംഗർ കൊണ്ട് ലെഫ്റ്റ് നോസിൽ അടച്ചുകൊണ്ട് റൈറ്റിൽ കൂടി ഇൻഹേൽ ചെയ്യുന്നു. റൈറ്റ് അടയ്ക്കുന്നു, ലെഫ്റ്റിൽ കൂടി പുറത്തേക്ക് വിടും. ലെഫ്റ്റ് അടച്ചിട്ട് റൈറ്റിൽ കൂടി പുറത്തേക്ക് വിടും. റൈറ്റിൽ കൂടി ശ്വാസം ഉള്ളിലോട്ട് എടുക്കുന്നു, റൈറ്റ് അടയ്ക്കുക, ലെഫ്റ്റിൽ കൂടി ശ്വാസം ഉള്ളിലേക്ക്. കഴുത്ത് ചരിക്കരുത്, കഴുത്ത് നേരെ തന്നെ വെക്കുക. കൈ 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 മാത്രം ഇങ്ങോട്ട് കൊണ്ടുവരിക. കൈയിലേക്ക് തല പോകാതെ നമ്മുടെ തല നേരെ തന്നെ പിടിക്കുക. അതിനുശേഷം കൈ കൊണ്ടുവന്നിട്ട് നമ്മുടെ കൈ നെഞ്ചത്തോട് ചേർത്ത് വെച്ചോളൂ. അപ്പൊ പിന്നെ വെരി ഗുഡ്. നമുക്ക് സ്ലോലി അത് നമുക്ക് പിക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അടുത്തത് എന്ന് പറയുന്നത് ഭ്രമറിയാണ്. ഭ്രമറി എന്ന് പറയുന്ന ഹണി ബി സൗണ്ട് ഉണ്ടാക്കുന്ന ഇത് കൂടി ശ്വാസം വെളിയിലേക്ക് വിടും. ഒരു തേനീച്ച സൗണ്ട് ഉണ്ടാക്കുന്ന രീതിയിൽ ഇതുപോലെ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുന്നു. എന്നിട്ട് ശ്വാസം വെളിയിലേക്ക് വിടുമ്പോൾ മാക്സിമം സമയമെടുത്ത് ശ്വാസം വെളിയിലേക്ക് വിടുന്നു. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മുടെ ലങ്സ് ഫുള്ളി എംപ്റ്റി ചെയ്യാൻ സാധിക്കും. കംപ്ലീറ്റ് കാലിയാക്കി കഴിയുമ്പോൾ ഇൻഹേൽ ചെയ്യുന്നു ഓട്ടോമാറ്റിക് ആകും. അപ്പൊ അത് ശ്വാസം നമുക്ക് ശരിക്കും ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കാൻ ഏറ്റവും ആദ്യം വേണ്ടത് നമ്മൾ ശരിക്കും ശ്വാസം വെളിയിലേക്ക് കളഞ്ഞ് നമ്മുടെ ലങ്സ് കാലിയാക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഭ്രമറിയില് രണ്ട് കാര്യമാണ് സംഭവിക്കുന്നത്. നമ്മുടെ ലങ്സ് ഫുള്ളി എംപ്റ്റി ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ബ്രെയിനിന് നിങ്ങൾക്ക് ഒരു ചെറിയ വൈബ്രേഷനും കൊടുക്കാനും സാധിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൈ ആദ്യമേ രണ്ട് ചെവിയും അടയ്ക്കുക. ഈ ചെവി തന്തവരലുകൊണ്ട് ചെവി അടച്ചു പിടിച്ച് കണ്ണും ഇങ്ങനെ അടച്ചു പിടിച്ചുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നുണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ കൈ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ബോഡി സ്ട്രെയിറ്റ് ആക്കുക, തല കുമ്പിടുക, പുറകോട്ട് പോവുക. നമ്മുടെ വിൻഡ് പൈപ്പ് എപ്പോഴും സ്ട്രെയിറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ചെവി അടയ്ക്കുക, കണ്ണുകൾ അടച്ചുകൊണ്ട് ഇൻഹെയിൽ ചെയ്തതിനു ശേഷം എക്സെയിൽ ചെയ്യുമ്പോൾ ശ്വാസം വെളിയിലേക്ക് വിടുമ്പോൾ തേനീച്ചയുടെ സൗണ്ട് ഉണ്ടാക്കുക. അപ്പൊ നിങ്ങൾ കണ്ണുകൾ അടച്ചിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഒന്ന് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ വായിൽ ഉമിനീര് ഉൽപാദനം കൂടിയതായിട്ട് മനസ്സിലാവും. ഞാൻ വെള്ളം കുടിക്കുന്നതിന് കാരണം കണ്ടിന്യൂസ്ലി സംസാരിക്കുന്നുണ്ട്. ഉണ്ടോ? ഉമിനീര് ഉൽപാദനം കൂടിയിട്ടുണ്ട്. യെസ്, അഷ്റഫ് സാറ് സർട്ടിഫൈ ചെയ്തു. അതിപ്പോ ചെറുതായിട്ട് ചെയ്തപ്പോ അപ്പൊ നമ്മൾ ഡെയിലി ചെയ്ത് കഴിഞ്ഞുള്ളത് ആരും നിങ്ങളുടെ ഗട്ട് ഹെൽത്ത് ഏറ്റവും ആദ്യം ഈ സ്റ്റൊമക്ക് ഹെൽത്ത് ആണ്, നമ്മുടെ ആമാശയത്തിലെ ഹെൽത്ത് ആണ് ഏറ്റവും പ്രധാനം. ഈ ഗട്ട് ഹെൽത്ത് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് വിത്ത് യുവർ ബ്രെയിൻ. അത് സെക്കൻഡ് ബ്രെയിൻ എന്നാണ് നമ്മുടെ ഗട്ടിനെ പറയുന്നത്. ഗട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൊമക്ക്, ആ സ്റ്റൊമക്കാണ് സെക്കൻഡ് ബ്രെയിൻ. ഇപ്പൊ നമ്മുടെ ശരിക്കും നമ്മളിലേക്ക് വരുന്ന പഞ്ചേന്ദ്രിയങ്ങളിലേക്ക് കടക്കുന്നത് പ്രോസസ് ചെയ്യുന്ന രണ്ട് സ്ഥലത്താണ്. ഒന്ന് ഇവിടെ, ബാക്കി ഇവിടെ. പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി കടക്കുന്നത് എന്തൊക്കെയാണ്? നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, നമ്മൾ സ്പർശിക്കുന്നത്, നമ്മൾ ഭക്ഷിക്കുന്നത്, ശ്വസിക്കുന്നത്, ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ അതെല്ലാം പ്രോസസ് ചെയ്യുന്ന അധികം ഭാഗവും പ്രോസസ് ചെയ്യുന്ന ഇവിടെ. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ പ്രോസസ് ചെയ്യുന്ന ഇവിടെ. അപ്പൊ അത് ആ ഒരു വലിയ ഫാക്ടറിയാണ്. ഇത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഫാക്ടറി മനുഷ്യർക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്.
നമ്മൾ എത്രമാത്രം നമ്മുടെ ശരീരത്തിനെ പീഡിപ്പിക്കുന്നുണ്ടെന്ന് അറിയാം. എത്ര പീഡിപ്പിച്ചിട്ടും നമ്മൾക്ക് ഇപ്പോഴും ചില ജീവൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ പ്രകൃതിയെ നമ്മൾ ശരിക്കും നന്ദിയോടെ ഓർക്കേണ്ടതായിട്ടുണ്ട്. സോ ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇതൊന്നും വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ലാന്ന് നിങ്ങൾക്കറിയാം. ഇത് റോക്കറ്റ് സയൻസ് അല്ല, അത് സാധാരണ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള. ഇത് പ്രാണായാമം നമുക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ഡെയിലി എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. സോ ഇനി നമ്മൾ ഇതിൽ കിട്ടുന്ന ഗുണങ്ങൾ ശാരീരികമായിട്ട് നമുക്ക് ലഭിക്കുന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും കുറയ്ക്കാനും സഹായിക്കുന്നു. പിരിമുറുക്കം, മൈഗ്രെയിൻ, തലവേദന എന്നിവ ഒഴിവാക്കുന്നു. ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും നാഡീവ്യൂഹത്തെ വിശ്രമിക്കുകയും ചെയ്യുന്നു. ആത്മീയമായിട്ടുള്ള ഗുണം എന്ന് പറയുന്ന പാരാസിമ്പത്തറ്റിക് നാഡീവ്യൂഹം. അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എന്താണ് പാരാസിമ്പത്തറ്റിക് നാഡീവ്യൂഹം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അത് നമ്മൾ സജീവമാക്കാൻ അത് വളരെ ഹെൽപ്പ് ചെയ്യും. ധ്യാനം കൂടുതൽ ആഴത്തിലാക്കുക. അത് നടന്ന് നല്ല രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ ഒന്നും ചിന്തിക്കാതെ നിങ്ങൾക്ക് എത്ര മിനിറ്റ്, എത്ര ബ്രീത്തിങ് വരെ ഇരിക്കാൻ പറ്റും, അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടാവും. അത് ആന്തരിക അവബോധം വർദ്ധിപ്പിക്കാൻ അത് സഹായിക്കുന്നുണ്ട്. പിന്നെ ശരിയായ രീതി ഞാൻ നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആഗ്രഹിക്കണം. പ്രഭാത ദിനചര്യ, ഏർലി റേസിംഗ് ആൻഡ് ഹൈഡ്രേഷൻ. നമ്മുടെ ശരീരത്തിന് ഹൈഡ്രേഷൻ കൊടുക്കുന്നുണ്ടോ? കോൺഷ്യസ് ആയിട്ടുള്ള ബ്രീത്തിങ് ചെയ്യുന്നു. ഒരു 30 മിനിറ്റ് നിങ്ങൾ വ്യായാമം ചെയ്ത് പുതിയ അറിവുകൾ നേടാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണോ? നന്ദി പ്രകടിപ്പിക്കാതെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള വ്യക്തിയാണോ? ഡിജിറ്റൽ ഡീടോക്സ് ചെയ്യുന്ന, അതായത് മൊബൈലും നമ്മളുടെ ഈ പറയുന്ന TV മാധ്യമങ്ങളെ ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണോ? കരുതലോടെയുള്ള പ്രവൃത്തി, ആക്ട് ഓഫ് കൈൻഡ്നെസ്, ആ ഒരു കരുതൽ, മറ്റുള്ളവരെ കരുതുന്ന ഒരു പ്രവൃത്തി, നിശബ്ദതയും ആത്മപരിശോധനയും സൈലന്റ് ആയിട്ട് ഒരു സെൽഫ് റിഫ്ലക്ഷൻ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഈ ഒരു 10 കാര്യം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. 10 കാര്യമാണ്. ഈ 10 കാര്യങ്ങളിൽ നിങ്ങൾ എത്ര മാർക്ക് നിങ്ങൾക്ക് കൊടുക്കുന്നു എന്ന് പറയാം. 10 കൊടുക്കുന്നവർ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ 10 കൈ ഇങ്ങനെ ഒന്ന് കാണിക്കുക. അതിൽ 5 ഉള്ളെങ്കിൽ ഇങ്ങനെ കാണിക്കുക, 1 ഉള്ളെങ്കിൽ ഒരെണ്ണം കാണിക്കുക. ആ 10 കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾ ഡെയിലി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒരു ക്യൂസാണ്. നിങ്ങളെ തന്നെ ഒന്ന് അവലോകനം ചെയ്യാൻ വേണ്ടി മാത്രം. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അത് ഞാൻ പെട്ടെന്ന് കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടാകും, പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിലേക്ക് നമുക്ക് വരാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അത് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അത് ചെയ്തേ പറ്റൂ. പിന്നെ സാർ ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. സാറേ ഒന്ന് മ്യൂട്ട് ചെയ്തു. താഴെ ഒരു മൈക്കിന്റെ പടം ഉണ്ട്, അവിടെ പൊട്ടാൽ മതി. ഓക്കെ, മ്യൂട്ടായിട്ട്. സോ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട, നമ്മുടെ ഹാബിറ്റിലേക്ക് കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ് എന്ന് പറയാം. ഇനി ഞാൻ എന്നെ കുറിച്ച് എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ആളുകള് വിളിച്ചു കഴിയുമ്പോൾ പറയുന്ന പ്രശ്നങ്ങൾ ഭയങ്കര ഇതാണ്. അങ്ങനെ ആ പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുപോലുള്ള മുൻനിര പല പ്രോഗ്രാമുകളും കണ്ടക്ട് ചെയ്യാനും. ഞാനിത് ഓഫ്ലൈനിൽ ചെയ്തിരുന്ന വ്യക്തിയാണ്. ഓഫ്ലൈനിൽ ചെയ്തിരുന്ന പറഞ്ഞാൽ ഇപ്പൊ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. കോവിഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഇപ്പൊ ഓൺലൈനിൽ വന്ന കാര്യങ്ങൾ ഇതുകൊണ്ട് പലർക്കും പല ഗുണങ്ങളും ലഭിക്കുന്നുണ്ട്. നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ഇപ്പൊ എന്റെ ഈ സെഷനിലേക്ക് ഒത്തിരി പേർക്ക് പല ആവശ്യങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അവർക്ക് എന്ന് പറഞ്ഞാൽ മൊബൈലില് ഒരു വാട്സപ്പിൽ വരുന്ന മെസ്സേജ് എടുത്ത് ഇതിലെ ഒരു കോൺഫറൻസിലേക്ക്, ഒരു സൂമിലേക്കോ മീറ്റിംഗിലോ വരാൻ പറ്റാതെ കഷ്ടപ്പെടുന്ന ആൾക്കാർ. അവർക്ക് വരെ ഞാനിത് വേണമെങ്കിൽ എങ്ങനെ നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കാമെന്ന് വരുവാണ്. അതുകൊണ്ടാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് പണ്ട് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാര് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പൊ നമ്മളവരെ വഴക്ക് പറഞ്ഞ നിങ്ങൾ എപ്പോഴും മൊബൈൽ നോക്കി. ഇപ്പൊ നമ്മുടെ പ്രായത്തിലുള്ള 50 വയസ്സിനും 60 വയസ്സിനുള്ള ആൾക്കാർ ഇത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും പഠിക്കാനുണ്ട്. പ്രായം ഒരു പ്രശ്നമല്ല. അത് മൊബൈൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് കൂടി നമുക്ക്, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. ഞങ്ങളുടെ മുൻനിര പ്രോഗ്രാമുകൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്ന ഓരോ മോഡ്യൂളുകളായിട്ടുണ്ട്. ആ മോഡ്യൂൾ എന്ന് പറയുന്ന പെർഫെക്റ്റ് ബ്രീത്തിങ് മാസ്റ്ററി വർക്ക്ഷോപ്പ്. ഇപ്പൊ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ. ഭക്ഷണമില്ലാതെ ആഴ്ചകളിൽ ജീവിക്കാം, വെള്ളമില്ലാത്ത ദിവസങ്ങൾ, പക്ഷെ പ്രാണവായു ഇല്ലാതെ
എങ്ങനെ എത്ര മിനിറ്റ് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. അവിടെയാണ് നമ്മുടെ അതിന്റെ പ്രശ്നം. ഏറ്റവും ആദ്യം നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത് ബ്രീത്തിങ് എക്സർസൈസ് പല രീതിയിലും പലരും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഈ 4 കാര്യങ്ങൾ ഡെയിലി ഒരു 20 മിനിറ്റ് മതി. 20 മിനിറ്റ് എടുത്തൊന്ന് പ്രാക്ടീസ് ചെയ്തത് തന്നെ നിങ്ങൾക്ക് അത് ഇരിക്കാൻ പറ്റും. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ എന്നെ കോൺടാക്ട് ചെയ്ത ഒരു വ്യക്തി ഒരു ആക്സിഡന്റിൽ അരയ്ക്ക് കീഴോട്ട് അദ്ദേഹത്തിന്റെ പ്രശ്നമാണ്. അതായത് ഫിസിയോതെറാപ്പി ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഈ അപ്പർ ബോഡിക്ക് ഒരു പ്രശ്നമില്ല. ആ പ്രശ്നമില്ലാത്ത ആ വ്യക്തി ഒരു വ്യക്തി നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരു വ്യക്തിക്ക് അനങ്ങാൻ പറ്റാതെ ബെഡിലാവുന്ന സ്ഥിതി വരുമ്പോൾ ഒന്ന് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ ആ വ്യക്തിക്ക് ഇതുപോലെ അപ്പർ ബോഡി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ബ്രീത്തിങ് പ്രാക്ടീസ്, അദ്ദേഹത്തിന്റെ ചിന്താഗതിയിൽ മാറ്റം തോന്നുന്നു. അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് ഓൺലൈനായിട്ട് പലതും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എനിക്ക് മാറ്റാൻ സാധിച്ചു എന്നുള്ള കാര്യമാണ്. പിന്നെ ചില ആൾക്കാർ പറയും നടക്കാൻ ബുദ്ധിമുട്ടാണ്, പ്രായമായി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കസേരയിൽ ഇരുന്നു കൊണ്ട് തന്നെ പല എക്സസൈസ് ചെയ്യായിരിക്കും. നമ്മുടെ ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അപ്പർ ബോഡിയിലാണ് എല്ലാ പ്രശ്നങ്ങളും ഇരിക്കുന്നത് അല്ലെ. നമുക്ക് അതിൽ ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള കസേരയിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഫിസിക്കൽ ആക്ടിവിറ്റി വേണം കേട്ടോ. ഈ ബ്രീത്തിങ് എക്സർസൈസോ അല്ലെങ്കിൽ യോഗ മാത്രം പോരാ, ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ അത്യാവശ്യമാണ്. ഒരു 50 വയസ്സ് കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ച് അവര് ബാലൻസ് തെറ്റി വീഴുന്നു. ഇപ്പൊ ഇതിനകത്ത് 1-2 പേര് ഡെയിലി എക്സർസൈസ് പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാരുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്തേ പറ്റും എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുപോലെ ഒരു പ്രോഗ്രാംസ് നടക്കുന്നതെന്ന്. ആ ഒരു പെർഫെക്റ്റ് ബ്രീത്തിങ് മാസ്റ്ററി ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടാവും. ഒരു ദിവസം നിങ്ങൾക്ക് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സും ചെയ്യുന്നുണ്ടാവും. ഹെൽത്ത് ആൻഡ് വെൽനസ് സ്റ്റാർട്ടർ. ഇതിനകത്ത് കുറച്ച് വ്യക്തികളെ സംബന്ധിച്ച് അവർക്കുള്ള പ്രശ്നങ്ങൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 2 അറ്റം മുട്ടിക്കാൻ വേണ്ടി. ഇപ്പൊ 1-2 ബിസിനസ്സുകാർ അവർ പറഞ്ഞാൽ അവര് 9 മണിക്കാണ് കട അടയ്ക്കാൻ പറ്റുള്ളൂ സാറേ, എനിക്ക് എങ്ങനെയാ വരാൻ പറ്റുക? ഞാൻ പറഞ്ഞാൽ തന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പല ആളുകളുടെയും ആവശ്യപ്രകാരം ജോലിക്കാർക്കും ബിസിനസ്സുകാർക്കും വേണ്ടിയാണ് ഈ 8:30 വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ പങ്കെടുക്കാം. അപ്പൊ ഒരു വ്യക്തി പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവർക്ക് നിങ്ങളുടെ സമയത്തിൽ നിങ്ങളുടെ ഇരുന്ന് വീഡിയോ മൊബൈലിൽ മറ്റു കാര്യങ്ങൾ കേൾക്കുന്നതിന് പകരം ഇതിനകത്ത് റെക്കോർഡഡ് ആയിട്ടുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്ന ഹെൽത്ത് ആൻഡ് വെൽനസ് സ്റ്റാർട്ടർ കിറ്റ് അവൈലബിൾ ആണ്, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ഇതുപോലുള്ള കോഴ്സുകളാണ് ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, സോഷ്യൽ ഹെൽത്ത്. ഇതിന്റെയൊക്കെ ക്ലാസ്സുകളൊക്കെ വരുന്നുണ്ടാവും, ഓൺലൈനിൽ തന്നെ വരുന്നുണ്ടാവും. പക്ഷെ ഇതൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടി സ്പിരിച്വൽ ഹെൽത്ത്, ഫിനാൻഷ്യൽ ഹെൽത്ത്, എന്റർപ്രണർഷിപ്പ്, മൈൻഡ് മാസ്റ്ററി, ഇതൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അൾട്ടിമേറ്റ് മൈൻഡ് ക്ലീനിങ്. എന്താണ് മൈൻഡ് ക്ലീനിങ് എന്നൊക്കെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ദ ഡിസീസ് ഫ്രീ ലൈഫ്. ആ ഒരു ഡിസീസ് ഫ്രീ. അസുഖങ്ങളെ കുറിച്ച് നമ്മൾ നാളെ ജസ്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും. എന്താണ് ന്യൂട്രീഷൻ? നമ്മൾ സമർത്ഥമായി ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് എല്ലാവരും ധാരണ അവർക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നുണ്ടാകുന്നു. വളരെ തെറ്റായ ഒരു ധാരണയാണ്. പണ്ട് കാലത്ത് പട്ടിണി ഇടുന്ന കാലഘട്ടമായിരുന്നു നമ്മുടെ ശരീരത്തിന് ന്യൂട്രിയൻസ് കിട്ടുന്നതെന്ന് നാളത്തെ സെഷനിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. സോ കോൺഷ്യസ് പാരന്റിങ് ഇപ്പൊ ഈ കാലഘട്ടത്തിലെ പാരന്റ്സിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ്. അതുകൂടാതെ നവീൻ പ്യൂബർട്ടി, അതായത് ടീനേജ് പിള്ളേരെ എങ്ങനെ മാനേജ് ചെയ്യാം, ഇതൊക്കെ നമ്മളുടെ മൈൻഡ് സെറ്റ് മാറി നമ്മൾ ആദ്യം ശരിയായ മാത്രമാണ് ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ശരിയായാൽ മാത്രമേ നമ്മുടെ പാർട്ട്ണർ ശരിയാവുള്ളൂ. പാർട്ട്ണറെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നടക്കില്ല എന്ന്. അത് ഏത് പ്രായക്കാരനാണെങ്കിലും ഞാനത് നിങ്ങളോട് പറയാൻ ശരിയാണ്. സോ എപ്പോഴും ക്ഷീണം. ഇനി നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ യു ഹാവ് ടു ടേക്ക് കെയർ. എപ്പോഴും ക്ഷീണം, ഉറക്കക്കുറവ്, അല്ലെങ്കിൽ ഉന്മേഷമില്ലായ്മ, ചെറിയ കാര്യം ചെയ്യുമ്പോൾ തന്നെ ശ്വാസം മുട്ടൽ, രോഗപ്രതിരോധ ശേഷി കുറയുക. ഈ പറയുന്ന കാലഘട്ടത്തിൽ വരുന്ന പല അസുഖങ്ങളും എല്ലാവർക്കും വരുന്നില്ല, ചിലവർക്ക് മാത്രമേ വരുന്നുള്ളൂ. എപ്പോഴും ജലദോഷം, തുമ്മൽ, ഇങ്ങനെയുള്ള ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം മോശമാകുക. ഞാനിപ്പോൾ പറഞ്ഞത് ഈ സ്റ്റൊമക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് എത്തിയാൽ മതി. നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള മസാജ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കറക്റ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠഭയം, ഇതെന്ന് പറഞ്ഞാൽ ഇത് ഒന്നിനെ കണക്ട് ചെയ്ത് എത്തുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ എന്താണ് ഉത്കണ്ഠയോ അല്ലെങ്കിൽ ഭയമോ വരുമ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ എന്തെങ്കിലും മെഡിസിൻ തരും. ഉറക്കമില്ലായ്മ എന്ന് പറഞ്ഞ് പോയി ചെന്ന് കഴിയുമ്പോൾ ഉറങ്ങാനുള്ള ഗുളിക. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഏതെങ്കിലും വ്യക്തി ഉറക്ക ഗുളിക കഴിച്ചാൽ അത് എന്ന് നിർത്തിയോട്ടോ അന്ന് അദ്ദേഹത്തിന് സുഖമായിട്ട് ഉറങ്ങാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കുക. അത് സാധിക്കില്ല. നിങ്ങൾ ആ കെമിക്കൽ കഴിച്ചിട്ടാണ് ഉറങ്ങേണ്ടത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. അത് വളരെ സിമ്പിൾ ആയിട്ട് ചെറിയ രീതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഒരു ഹാബിറ്റ് ആക്കി എടുത്തുകൊണ്ട് നിങ്ങൾക്ക് അത് മാറ്റം വരുത്താൻ സാധിക്കും. ഏകാഗ്രത കുറവ്, ഓർമ്മക്കുറവ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും പലതും ഓർമ്മ കുറവ് വരും, പലതും മറന്നു പോകും. നമ്മൾ തന്നെ പറയും എനിക്ക് പലതും ഓർമ്മയില്ലാട്ടോ എന്ന് പറഞ്ഞ് പിന്നെ ഓർമ്മ
കൂടുതൽ ഓർമ്മക്കുറവിലേക്ക് പോകുന്ന ഒരു അവസ്ഥ, പെട്ടെന്നുള്ള വികാരങ്ങൾ, അസ്വസ്ഥത, ദേഷ്യം, ഉത്സാഹമില്ലായ്മ, അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഞാൻ കണ്ടുപിടിച്ചതൊന്നുമല്ല കേട്ടോ. ഞാൻ എന്നെ ഫോൺ ചെയ്യുമ്പോൾ ആളുകൾ പറഞ്ഞ കാര്യങ്ങളാണ്. അകാല വാർദ്ധക്യം, പെട്ടെന്ന് പ്രായത്തോതിക്കുക. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം ഉണ്ടാക്കിയെടുക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഞങ്ങളുടെ മുൻനിര പ്രോഗ്രാം, ഞങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാമും എന്തൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. ഇതൊന്നും ഫ്രീ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുകൂടി, എന്തുകൊണ്ട് ഫ്രീ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഓക്സിജന്റെ കേസ് തന്നെയാണ്, ഫ്രീ ആണ്, അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ നടന്നോട്ടെ എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ മനസ്സെത്തും. അതുകൊണ്ട് ഇതിനൊരു കോസ്റ്റ് ഉണ്ട്. ഇതെല്ലാം ആകെ വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 16,496 rupees കോസ്റ്റ് വരുന്ന ഒരു കാര്യമാണ്. എങ്ങനെയുണ്ട്? ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം കാശിനെ കുറിച്ച് പറയുന്നത് ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ സൈറ്റിൽ പോയ ആളുകൾക്ക് ഇതെല്ലാം കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്ന് ചുരുക്കി പറയാം. ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ ഇപ്പോഴും നോക്കട്ടെ, വന്നവരെല്ലാം ഇപ്പോഴും ഇതിനകത്ത് ഇരിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് അതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കില്ല. അപ്പൊ അത് കൊണ്ട് തന്നെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഇന്ന് ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരുന്നവർക്ക് നിങ്ങൾക്കുള്ള ഒരു കൺസെഷൻ ആണ് 4,999 നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം. അപ്പൊ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് സ്ഥിരമാണ്, ലൈഫ് ടൈം ആണ്, ഗ്യാരണ്ടീഡ് ആണ്. ഒരാഴ്ചത്തെ അല്ലെങ്കിൽ 2 ആഴ്ച നിങ്ങൾ എടുത്തിട്ട് ശരിയല്ല എന്ന് നോക്കിക്കഴിഞ്ഞാൽ മണി ബാക്ക് ഗ്യാരണ്ടി കൂടിയുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ 2 പേര് പുതിയതായിട്ട് വന്നിരിക്കുന്നത്, ഒന്ന് പറയോ അത് നിങ്ങൾ അതിന് തയ്യാറാണോ? വെർത്തായിട്ട് ഈ ഒരൊറ്റ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് വെർത്തായിട്ട് തോന്നുന്നുണ്ടോ ഇല്ലയോ ഒന്ന് കൈകൊണ്ടൊന്ന് കാണിച്ചാൽ മതി. നിങ്ങൾ 2 പേരും റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സെഷൻ ആണെന്ന് കൂടി മനസ്സിലാക്കുക. ഇത് നിങ്ങളുടെ ടൈമാണ് സാർ. കലീൽ സാർ അതിന് ഒന്ന് പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് കിട്ടിയോ എന്നുള്ളതൊന്ന് പറഞ്ഞാൽ കേൾക്കുന്നുണ്ട്. സാർ പറഞ്ഞതൊക്കെ ഇപ്പൊ പുതിയൊരു അറിവാണ്. ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുതിയ അറിവാണ്. ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. താങ്ക് യു. അപ്പൊ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ ലൈഫ് ടൈം കമ്മ്യൂണിറ്റി. എന്തിനാണ് കമ്മ്യൂണിറ്റി മെമ്പർഷിപ്പ് എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ ഇത് പറഞ്ഞാൽ നമ്മുടെ അസോസിയേഷൻ ആണ്, ഹെൽത്തും വെൽനസും പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുടെ കൂട്ടായ്മ. നിങ്ങൾ എവിടെ അസോസിയേറ്റ് ചെയ്യുന്നു അതുപോലെ നിങ്ങൾ ആയിത്തീരും. അത് ആ ഒരു കൺസെപ്റ്റിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ ഇതിനകത്ത് ഉള്ളത് പറഞ്ഞാൽ രാവിലെ എക്സർസൈസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. എക്സർസൈസ് പറഞ്ഞാൽ ഫിസിക്കൽ എക്സർസൈസ് ആണ്. അതിനകത്ത് 18 വയസ്സ് മുതൽ 85 വയസ്സ് വരെയുള്ള ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്നത്. ഒരു 200 പേരുണ്ട്. ഓരോ ദിവസം 80 പേരെങ്കിലും അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാവുന്നത്. അത് ആർക്ക് വേണമെങ്കിലും, നിങ്ങൾക്കും വേണമെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. അങ്ങനെയുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പൊ ഞാനുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അതിനകത്തേക്ക് നിങ്ങൾക്ക് അക്സസ് ലഭിക്കാനുള്ള ലിങ്ക് അയച്ചുതരും. ലിങ്ക് അയച്ചിട്ട് അത് ഫ്രീ ആണ്. ഫ്രീ എന്ന് പറഞ്ഞാൽ രാവിലെ 6:15 നിങ്ങൾ റെഡി ആവണം. പ്രായം പ്രശ്നമാക്കേണ്ട. 6:15 റെഡിയായി 7:15 വരെ ഉണ്ട്. 7 വരെ നോർമൽ ആയിട്ടുള്ള എക്സർസൈസ് പ്രോഗ്രാമാണ് നിങ്ങൾക്ക്. ഇതിനകത്തിരിക്കുന്ന ഒരു സലീം ഭായി ഇരിക്കുന്നുണ്ട്, എന്നെ വേറൊരു ആളുകൂടെ ഉണ്ടായിരുന്നു. അവരൊക്കെ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾ അതിന് പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു 5:30 എഴുന്നേറ്റ് പ്രാഥമിക കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്ത് കറക്റ്റ് ആയിട്ട് സ്റ്റാർട്ടിങ് മുതൽ നിങ്ങൾ പങ്കെടുക്കണം. എന്നാൽ മാത്രം കാരണം എക്സർസൈസ് എന്ന് പറയുന്നത് എങ്ങനെ എക്സർസൈസ് പങ്കെടുക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നതിന് ശേഷം മാത്രം അതിലേക്ക് ഞാൻ ലിങ്ക് തരൂ. കാരണം പ്രായമൊക്കെ ഉള്ളതുകൊണ്ട് അതിന്റെ പ്രിക്കോഷൻസ് എന്നൊക്കെ എടുക്കണം എന്നുള്ളത് പറഞ്ഞതിന് ശേഷം. അതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതാണ്. പക്ഷെ ഇന്ന് ഞാൻ തരാൻ പോകുന്ന ഒരു കൺസെഷൻ കൂടി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സാറിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വെറും 999 നൽകിക്കൊണ്ട് മെമ്പർഷിപ്പ് എടുക്കാം. 999. ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം കേൾക്കാവോ? കേൾക്കാവോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എക്സർസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. രാവിലെ ഒരു 5:45 5:50 1 മണിക്കൂർ നടക്കും. അതിനുശേഷം കുറെ എക്സർസൈസുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിപ്പം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിട്ട് മാത്രം ഞാൻ ഇത് ജോയിൻ ചെയ്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ കമ്മ്യൂണിറ്റിയിലേക്ക് വരാൻ താല്പര്യമില്ല? നോ പ്രോബ്ലം. ഇല്ല. ഇതെന്താണെന്നുള്ള അറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒന്ന് നോക്കിയത് മാത്രമേ ഉള്ളൂ. ഒരു 1.5 മണിക്കൂർ എക്സർസൈസ് 1.5 മണിക്കൂർ നടത്തും, 50 മിനിറ്റ് നടത്തും, ബാക്കി ഒരു അരമണിക്കൂർ പല സൈറ്റ് എക്സർസൈസുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് ഇതുപോലെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ട് ചെയ്യുന്നതാണ്. ഞങ്ങള് കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരേപോലെ മനസ്സോടെ ഒരേപോലെ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ള പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും നടക്കാൻ പോകുന്ന ആൾക്കാർ കേരളത്തിൽ ഒരു
6 മാസം മഴ വരുമ്പോ നിർത്തിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ. അതിനുശേഷം അവർ പറയുന്നത് അന്നാ വീട്ടിൽ ചെയ്തേക്കാന്ന് വിചാരിച്ചു വീട്ടിൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് പല പ്രശ്നങ്ങൾ വരുന്നു. ഒന്ന് ഇന്റേണൽ വീട്ടിൽ നിന്നുള്ള പ്രശ്നം വരും. അയലക്കാർ പറയും എന്താണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യണേ എന്നൊക്കെയുള്ള അങ്ങനെ വരുമ്പോൾ പല ആൾക്കാരും തന്നെ ചെയ്യുമ്പോൾ അത് നിർത്തി പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്തിട്ട് ഓൺലൈനിൽ ഇരുന്നുകൊണ്ട് എല്ലാവരും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ എക്സർസൈസ് മാത്രമല്ല ക്ലാസ്സിലുണ്ട്. ഇപ്പൊ ഈ ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടോ ഒരു ഫിസിക്കൽ എക്സർസൈസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടോ മാത്രം ഒരാൾക്ക് ജീവിതത്തിൽ സക്സസ് ആകാൻ പറ്റില്ല. ഇപ്പൊ ശരിക്കും ഹെൽത്ത് എന്ന് പറയുന്നത് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ, സ്പിരിച്വൽ ആൻഡ് ഫിനാൻഷ്യൽ വെൽബീങ്ങിലേക്ക് എത്തുമ്പോഴാണ് യഥാർത്ഥ സക്സസ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഞാൻ എക്സസൈസും കാര്യങ്ങളുണ്ട്. ഇപ്പൊ നാളത്തെ സെഷൻ എന്ന് പറയുന്നത് ന്യൂട്രീഷനെ കുറിച്ചാണ്. ഫിസിക്കൽ ഹെൽത്ത് തന്നെ 4 കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് വേണം, പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻ വേണം, പ്രോപ്പർ ആയിട്ടുള്ള റെഗുലർ എക്സസൈസ് വേണം, ഒരു മൈൻഡ് സെറ്റ് വേണം. അങ്ങനെ 4 പില്ലേഴ്സിനാണ് അത് ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിനൊക്കെയുള്ള ഒരു അവയർനെസ് കൊടുത്തു കഴിയുമ്പോൾ ആളുകൾക്ക് അതിലേക്ക് പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു ബാക്കപ്പ് ചെയ്യാനുള്ളപ്പോഴാണ് ആളുകൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഈ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത. അങ്ങനെ ആഴ്ചയിൽ ഓരോ ദിവസം വെച്ച് ഇതുപോലെ ക്ലാസ്സുകളുണ്ടായി. നാളെ ന്യൂട്രീഷനെ കുറിച്ചാണെങ്കിൽ പിന്നത്തെ ആഴ്ച ഞങ്ങൾ ചെയ്യുന്നത് മൈൻഡ് ഹെൽത്തിനെ കുറിച്ചായിരിക്കും. പിന്നത്തെ ആഴ്ച നമ്മൾ പറയുന്നത് അത് പ്രാക്ടിക്കലി ചെയ്യേണ്ട കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ തിയറി പഠിപ്പിക്കുന്ന ഒരു സംവിധാനമല്ല, പ്രാക്ടിക്കലി പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതുവെച്ചാൽ മൈൻഡ് ഹെൽത്ത് കഴിഞ്ഞിട്ട് പിന്നെ സോഷ്യൽ ഹെൽത്ത് ആയിരിക്കും പിന്നത്തെ ആഴ്ച പറയുന്നത്. ആ സോഷ്യൽ ഹെൽത്തും പ്രാക്ടീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മളിത് ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സാറിന് ഇപ്പൊ എപ്പോഴും വേണമെങ്കിൽ ഏത് യൂട്യൂബിൽ കയറുന്ന ഇതെല്ലാം കിട്ടും. അപ്പൊ നമുക്കൊരു ചിട്ടയായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുടെ ടൈമാണ്. താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്ക് അയച്ചു തരാം. നിങ്ങൾക്ക് പേയ്മെന്റ് നടത്തി അത് ചെറിയൊരു എമൗണ്ട് നിങ്ങൾ പുറത്ത് ഫാമിലി ആയിട്ട് പോയി വരുമ്പോഴുള്ള എക്സ്പെൻസ് മാത്രമേ വരുള്ളൂ. താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ നമ്പർ അറിയാമല്ലോ, അതിലേക്ക് ഒരു ഹായ് അയച്ചിട്ട് പറയാം. ഈ ഒരു സിസ്റ്റം ഇങ്ങനെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ചിലപ്പോ അതാ ഒരു അസൗകര്യമായിരിക്കും. ഓക്കെ ആയിക്കോട്ടെ, ശരി. ഓക്കെ സാറ് വേണമെങ്കിൽ എക്സീറ്റ് ആയിക്കോട്ടെ. ഓക്കെ ബൈ. സലീം ഭായി ഇന്ന് എക്സർസൈസിന് കയറിയിരുന്നു. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ് സാർ. സലീം ഭായി ഒന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ. പറഞ്ഞോളൂ സലീം ഭായി, പറഞ്ഞോളൂ. ഇന്ന് ലിങ്കില് ഇന്ന് എക്സർസൈസിന് കയറാൻ പറ്റിയിരുന്നോ? പറ്റില്ല. രാവിലെ ഫോൺ ശരിയാക്കിയില്ലായിരുന്നല്ലോ അല്ലെ? പിന്നീടാണ് ശരിയാക്കിയത്. ഓക്കെ ഇപ്പൊ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കാം. അപ്പൊ ഫോൺ ഇപ്പൊ ശരിയായോ? ഓക്കെ അപ്പൊ ഫോൺ ശരിയായി കഴിഞ്ഞാൽ ഇനിയിപ്പോ ലിങ്ക് കറക്റ്റ്. അതിനകത്ത് എന്തോ സെറ്റിങ്സ് മാറി കിടക്കുമായിരുന്നു, അതായിരുന്നു പ്രശ്നം. അപ്പൊ അത് പറഞ്ഞില്ലേ, നീ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പരിചയമുള്ളവരാണെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ച് അത് കറക്റ്റ് ചെയ്തോളൂ കേട്ടോ. മൊബൈൽ ശരിയാക്കിയാൽ മതി. ഓക്കെ. നസീർ ഭായി എന്തായിരുന്നു ലേറ്റ് ആയത്? എയർപോർട്ടിൽ പോയിരിക്കായിരുന്നു, മരുമകൻ പോവായിരുന്നേ. ഓക്കെ എന്നാലും ഓടി വന്ന് കയറി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ശരി എന്നാ. അപ്പൊ നാളെ സൺഡേ ആണ്. സൺഡേ വൈകുന്നേരം 8:30 ഉണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യാം. ഓക്കെ, ശരി എന്നാ. നിങ്ങളോട് വൈൻഡപ്പ് ചെയ്യണം. ഗുഡ് നൈറ്റ്. Good night.